ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വന്ന് ദൈവത്തിന്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. परमेश्वर के वचन की ओर जाएंगे. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. अच्छी तरह परिचित एक वचन है. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 1 മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ यशायाह 52 का 1 से लेके पढ़ेंगे तब. സിയോനെ ഉണരുക ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. ए सियोन जाग जा, तेरा बल धारण कर ले. വിശുദ്ധ നഗരമായ യെരൂശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. ये पवित्र नगर यरूशलेम अपने शोभायमान वस्त्र पहन ले. ഇനിമേൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. क्योंकि तेरे बीच खतना रहित और अशुद्ध लोग फिर कभी प्रवेश न करने पाएंगे. പൊടി കുടഞ്ഞു കളക. अपने ऊपर से धूल झाड़. യെരൂശലേമേ എഴുന്നേറ്റിരിക്കുക. हे यरूशलेम उठ. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. हे सियोन की बंदी बेटी, अपने गले के बंधन को खोल दे. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. यहोवा इस प्रकार कहता है. നമുക്ക് വളരെ സുപരിചിതമായ ഭാഗമാണ്. हम अच्छी तरह परिचित वचन है. പല സന്ദർഭങ്ങളിൽ ആ വചനം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. कई बार इस वचन से पवित्र आत्मा हमसे बात किया है. വീണ്ടും ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ फिर से उपवास के प्रार्थना में परमेश्वर जब बात करता है तब നമ്മൾ എത്രമാത്രം ഉണരേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. हमें कितना जागना है, हम अपने आप को അപ്പോൾ समझना है. പരിശുദ്ധാത്മാവിന്റെ ആ ഒരു വലിയ മഹത്വത്തിലേക്ക്, ആ ഒരു ദൈവ സാന്നിധ്യത്തിലേക്ക് ദൈവമക്കൾ പ്രവേശിക്കാൻ കഴിയും. पवित्र आत्मा की और महिमा में परमेश्वर के लोग प्रवेश कर पाएंगे. ഇവിടെ സിയോനോട് പറയുകയാണ് ഉണരുക. यहाँ पे सियोन से कहता है जाग जाग. ഈ ഒരാളോട് ഉണരുക എന്ന് പറയണമെങ്കിൽ एक व्यक्ति से जागने कहता है ഉറങ്ങുന്നവനോടാണ് ഉണരാൻ പറയേണ്ടത്. तो जो सो रहा है उसे जागने कहेंगे. ഏതൊക്കെയോ മേഖലകളിൽ ഉറങ്ങിപ്പോയവനെ ഉണർത്തുക. किसी क्षेत्र में सो गया है उसे जागने कहते हैं. ഈ പകൽ ദൈവമക്കൾ മനസ്സിലാക്കുക, आज परमेश्वर के लोग समझे. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു ഉണരുക. पवित्र आत्मा हमसे कहता है जाग जा. ഉണരേണ്ട ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. हमें जागने की बहुत सारी संभावनाएं हैं. ഉറങ്ങുന്ന ഒരു അവസ്ഥ മാത്രമല്ല, सोने का अवस्था से ഏതിലൊക്കെ ഉറങ്ങിയെന്ന് തിരിച്ചറിയണം. किस किस क्षेत्र में हम सो गए हैं समझना ആത്മീക है. വിഷയങ്ങളിൽ നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, आत्मिक विषय में हम सोए हैं क्या? വിശ്വാസത്തിലും ദൈവിക വിശുദ്ധിയിലും അനുസരണത്തിലും ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, विश्वास में, पवित्रता में, प्रभु के अनुसरण में सो गए हैं क्या? ഉണരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. जागने का समय बहुत नजदीक हो गया അപ്പൊ है. ഇവിടെ ദൈവം പറയുന്നു ഉണരുക. प्रभु कहता है जाग. സർദീസിലെ സഭയോട് നമ്മൾ ഇതേ പദം നമുക്ക് കാണാൻ പറ്റും. सरदीस की कलीसिया से भी यही शब्द बोलता देखते വെളിപ്പാട് हैं. പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ प्रकाशित वाक्य 3 अध्याय का 2 वचन സർദീസിലെ पढ़ेंगे. സഭയ്ക്ക് ദൂതെഴുതുകയാണ്, सरदीस की कलीसिया को दूत लिखता है, ജീവനുള്ളവൻ എന്ന് പേര് നിനക്കുണ്ടെങ്കിലും जीवित है करके तुम्हारा नाम है നീ മരിച്ചവനാണ്. लेकिन तू मरा हुआ है. അതുകൊണ്ട് ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. इसलिए जाग जा, जो मृत्यु के समान है वो उसे सामर्थ्य दे. അപ്പൊ ഈ ഉപവാസ പ്രാർത്ഥനയിലാണ് നമ്മൾ കൂടുതൽ ദൈവത്തിന്റെ വചനത്തെ ചിന്തിക്കുമ്പോൾ ये उपवास के प्रार्थना में वचन अधिक समझेंगे तो കൂടുതൽ നമുക്ക് ഉണരേണ്ട ഏതൊക്കെ തലങ്ങളാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ വെളിപ്പെടുത്തും. हमें किस क्षेत्र में अधिक जागना है करके पवित्र आत्मा हमें सिखाएगा. നമ്മൾ ഒരിക്കലും ഉഴപ്പന്മാരായി ആത്മീക ജീവിതം മുൻപോട്ട് കൊണ്ടുപോകല്ലേ. कभी आलस्य बनकर हमारा आत्मिक जीवन आगे ना ले जाए. അലസത നമ്മളെ വേട്ടയാടാൻ അനുവദിച്ചു കൊടുക്കല്ലേ. आलसीपन हमें हमला ना करे. പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിച്ചു മുന്നേറാൻ കഴിയണം. जिसको प्रार्थना करना है प्रार्थना करके आगे बढ़ना है. ദൈവിക വിശുദ്ധിയിൽ നിലനിൽക്കേണ്ട ദൈവമക്കൾ വിശുദ്ധിയിൽ നിലനിൽക്കാൻ കഴിയണം. पवित्रता में रहने वाले पवित्रता में रहने को उनको होना है. അപ്പൊ ഏതൊക്കെ മേഖലകൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ശക്തമായിട്ട് ഇടപെടുന്നു, ആ നിലകളിൽ ദൈവമക്കൾ സമർപ്പിച്ചു കൊടുക്കണം. पवित्र आत्मा किस किस क्षेत्र में हमसे बात करता है उस प्रकार हम अपने आप को समर्पित करना है. സർദീസിലെ സഭയോട് അതാണ് പറയുന്നത്. सरदीस की कलीसिया को वही कहता है, നിന്റെ പേര് നല്ല പേരാണ്, तेरा नाम अच्छा है, ജീവനുള്ളവൻ എന്ന പേര്. जीवित है करके तुम्हारा नाम है. നമ്മുടെയൊക്കെ പേര് വിശ്വാസി എന്നാ നമ്മുടെ പേര്. हमारा नाम है विश्वासी. പക്ഷേ നമ്മൾ വിശ്വാസം ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയേണ്ടത്. लेकिन हम में विश्वास है क्या अपने आप को परखे. ജീവനുണ്ടോ എന്നാ हम തിരിച്ചറിയേണ്ടത്. जीवित है क्या अपने आप को परखे. ആത്മീക ജീവൻ നമ്മളിൽ നിലനിർത്തണം. आत्मिक जीवन हम में रहना ഇത് है. പലരിലും നിലനിർത്താൻ മനസ്സില്ല. आज कई लोग जो अपने आप में रख नहीं पाते हैं. അങ്ങനെയുള്ള ജനത്തെ നോക്കിയിട്ടാണ് അപ്പോസ്തലനോട് ദൈവം വ്യക്തമായിട്ട് ഇടപെട്ടത്. ऐसे लोगों को देखकर प्रेरित के द्वारा परमेश्वर बात करता है. ഉണർന്നേ മതിയാകത്തുള്ളൂ. जागना जरूरी है. എന്തെങ്കിലുമൊക്കെ ദൈവത്തിന്റെ വിടുതൽ അനുഭവിക്കണമെങ്കിൽ प्रभु का छुटकारा अनुभव करना है तो ഞാൻ ദൈവമക്കളോട് ആഴമായിട്ട് പറയാം, പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ നമ്മളെ സമർപ്പിച്ച്
നാം ഉണരാൻ തയ്യാറാകണം. गहराई से मैं कहता हूँ पवित्र आत्मा के सामने अपने आप को समर्पित करते हुए हमें जागना है। നമ്മൾ ഉറങ്ങിപ്പോകുന്നത് കൊണ്ട് പലതും നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ? हम सो जाते हैं इसलिए बहुत कुछ हम देख नहीं पाते നമ്മൾ ഉറങ്ങുന്നത് കൊണ്ട് പല വാർത്തകൾ നമുക്ക് കേൾക്കാൻ പറ്റുകയില്ല. हम सोते हैं इसलिए कई बातें हम सुन नहीं पाते हैं പല കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുകയില്ല. बहुत कुछ हम देख नहीं पाते ലോകത്തിൽ നടക്കുന്നതൊന്നും നമുക്ക് ദർശിക്കാൻ കഴിയത്തില്ല. ഞാൻ ഉറങ്ങുക. संसार में होने वाली बातें हम देख नहीं पाते क्योंकि हम सोते हैं। പക്ഷേ ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത് आज परमेश्वर के लोग समझना है ഉറങ്ങിക്കിടക്കുന്നിടത്തുനിന്ന് ഒന്ന് നമ്മൾ ഉണരാൻ തയ്യാറാകണം. हम सोते हुए अनुभव से जागने के लिए तैयार होना है। നമുക്ക് തന്നെ അറിയാം നമ്മളുടെ ഉറക്കം ഏതാന്നുള്ളത്. हम अपने आप को जानते हैं हम किस क्षेत्र में सोते हैं, ഏതില ഞാന് വലിയ വില കൊടുക്കാത്ത, किस बात को हम अधिक कीमत नहीं देते हैं। ഉറക്കം കൊണ്ടിരിക്കുന്ന ഏതിലാണ്, मैं किस में सोया हुआ हूँ, ഉറങ്ങി തൂങ്ങിയിരിക്കുന്ന അവസ്ഥ ഏതാണ്, मैं किस में जो है ऊँगता हूँ, വിശ്വാസത്തിലാണോ, विश्वास में है क्या, പ്രാർത്ഥനയിലാണോ, प्रार्थना में है क्या, സ്നേഹത്തിലാണോ, प्रेम में है क्या, ദൈവത്തിന്റെ വചനം വായിക്കുന്നതിലാണോ, प्रभु के वचन पढ़ने അത് में है क्या, കേൾക്കാനും ഗ്രഹിക്കാനും കഴിയാത്തതിലാണോ? और सुनने और समझने में है क्या, നമുക്കറിയാം. हम जानते हैं। ഇതാരും നമ്മളോട് ഒന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല, തല കൈവച്ച് പറയേണ്ട ആവശ്യമില്ല. कोई आके हमें बता के देने की आवश्यकता नहीं, हमारे सिर पर हाथ रख के बोलने की भी आवश्यकता नहीं है। നമുക്കറിയാം നമ്മൾ ഏതിലാ മയങ്ങി കിടക്കുന്നത്. हम जानते हैं हम किस में सोए हुए हैं, അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും അത്. इसलिए हम जानते हैं। പ്രാർത്ഥന കൂടുതലുള്ള ദൈവമക്കളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങളെ കാണാൻ പറ്റും. प्रार्थना जिनके जीवन में अधिक है उनके जीवन में बदलाव को देख ഞാൻ पाएंगे। പറയാം, അതുകൊണ്ട് കഷ്ടങ്ങളൊന്നും ഇല്ലെന്നൊന്നും അല്ല. इसलिए कष्ट नहीं है करके नहीं, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നവനാ കൂടുതൽ കഷ്ടങ്ങൾ. जो अधिक प्रार्थना करते हैं उनको अधिक कष्ट होता है। കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുന്നവന് ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ഉണ്ട്. जो परमेश्वर के लिए अधिक उपयोग होता है उसको अधिक कष्ट होता है। കൂടുതൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവന് പോരാട്ടങ്ങൾ അധികമാണ്. जो परमेश्वर के लिए अधिक खड़े हैं उनके लिए अधिक लड़ाइयाँ होती हैं। പോരാട്ടങ്ങൾ കൂടുതലാണ് വിശുദ്ധിയോടെ നിൽക്കുന്നവന്. पवित्रता से अगर एक जन खड़ा है तो उसको अधिक लड़ाई होगा। കൂടുതൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനാ കൂടുതൽ പോരാട്ടങ്ങൾ. जो ज्यादा उपवास और प्रार्थना करते हैं उनको अधिक तकलीफ होता है। അതിനകത്ത് ഗുണം എന്നാ ചോദിച്ചാൽ उसमें क्या गुण है? ആ പോരാട്ടത്തെ അതിജീവിച്ച് മുന്നേറാനുള്ള കൃപ കിട്ടും എന്നുള്ളതാണ്. वो तकलीफ को जय पाकर आगे बढ़ने का कृपा प्रभु देता है। ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് മയങ്ങിയൊക്കെ കിടക്കുന്നവർക്ക് സംഭവിക്കുന്ന ഒരു ചെറിയ വിഷയം വന്നാൽ പെട്ടെന്ന് തളർന്നു പോകും. नहीं तो हमारे जीवन में हम सोए हुए तो हमारे जीवन में थोड़ा सा भी तकलीफ। ദൈവമക്കളോട് പറയാം, आज मैं परमेश्वर के लोगों से ഉണർന്നേ कहता हूं, മതിയാകത്തുള്ളൂ. हमें जागना जरूरी है। ഉണരാതെ ദൈവത്തിന് നമ്മളോടൊന്നും പറയാനില്ല. हम जागे बिना प्रभु हमसे कुछ नहीं कहेगा। ഉണരാത്തവനോട് ദൈവത്തിന്റെ ഇടപെടലില്ല. जो जागता नहीं उससे प्रभु बात नहीं करता ശിഷ്യന്മാരെ യേശു കർത്താവ് പ്രാർത്ഥിക്കുവാൻ ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ चेलों को प्रार्थना करने के लिए मसीह जब साथ ले जाता है അവിടെ അക്ഷരികമായ ഒരു ഉറക്കത്തെ കാണാൻ പറ്റും. वहां में वो लोग सोता हुआ देख पाते हैं। യേശു കർത്താവ് ശക്തമായി പ്രാർത്ഥിക്കുന്നു ഗദസമനയ്ക്ക് അകത്തിരുന്ന്. यीशु मसीह गेत्सेमने के वाटिका में सामर्थ्य से प्रार्थना कर रहा കുറച്ച് है। ദൂരെ പത്രോസിനെ യോഹന്നാനെ യാക്കോബിനെ ആക്കിയിട്ടാ പോകുന്നത്. थोड़ी दूर में जो है पतरस याकूब और यूहन्ना को रख के गए। യേശു പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് വന്നു നോക്കി यीशु प्रार्थना करने के बीच में आकर देखा ഇവരുടെ അവസ്ഥ എന്താണ്. इनका क्या अवस्था है। അവിടെ എഴുതിയിരിക്കുന്നു അവർ ഉറങ്ങുകയായിരുന്നു. वहाँ पे लिखा है वो लोग सो रहे थे। ക്ഷീണം കൊണ്ടും കർത്താവിന്റെ ആ ഒരു അനുഭവിക്കാൻ പോകുന്ന വ്യഥ കൊണ്ടും സങ്കടം കൊണ്ട് അവർ ഉറങ്ങിയെന്ന ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. थकावट के कारण प्रभु जो सहने वाला कष्ट के बारे में सोचकर वो लोग थक गए और सो गए। അങ്ങനെ ഉറങ്ങിയവരെ തട്ടി ഉണർത്തിയിട്ട് ऐसे सोने वाले को प्रभु जगाकर കർത്താവ് പറയാ, प्रभु कहता है പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിച്ചോണം. परीक्षा में ना पढ़ने के लिए जाग कर प्रार्थना करो। വാണിങ്ങ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിച്ചോണം. जाग कर प्रार्थना करो क्योंकि तुम परीक्षा में ना पढ़ो। ക്രിസ്തു എന്തുകൊണ്ട് ഇത് പറഞ്ഞു? पवित्र आत्मा या मसीह क्यों एक कहा? പത്രോസിനോട് പറഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഭയങ്കരമാണ്. पत्रस से कहा हुआ परमेश्वर का वायदे बहुत है। യോഹന്നാന് കൊടുക്കാൻ പോകുന്ന വാഗ്ദത്തങ്ങൾ അനവധിയായിരുന്നു. यूहन्ना को देने वाले वायदे बहुत है। യാക്കോബിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയും വലുതായിരുന്നു. याकूब के लिए भी परमेश्वर का योजना बहुत बड़ा ഈ था। മൂന്ന് പേരോടാണ് വ്യക്തമായി കർത്താവ് പറയുന്നത്, ये तीन लोगों से पवित्र आत्मा कहता है പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിച്ചോണം. परीक्षा में ना पढ़ने के लिए जाग कर प्रार्थना करो। ഉണർന്ന് പ്രാർത്ഥിച്ചാലുള്ള ഗുണം, जागकर प्रार्थना करने से क्या गुण है? പരീക്ഷകളെ നിനക്ക് ജയിക്കാം. परीक्षा को हम जय पाएंगे। പരീക്ഷ വരത്തില്ലെന്നല്ല കർത്താവ് പറഞ്ഞു. परीक्षा नहीं आएगा करके नहीं, കഷ്ടം വരത്തില്ലെന്നല്ല കർത്താവ് പറഞ്ഞു. कष्ट नहीं आएगा करके യേശു വീണ്ടും ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, नहीं। यीशु फिर से चेलों से ലോകത്ത് कहता है, നിങ്ങൾക്ക് കഷ്ടമുണ്ട്, इस संसार में तुम्हें क्लेश है, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. मैं इस संसार को जय पाया നിങ്ങൾക്കും हूं। അതിനെ ജയിക്കാൻ പറ്റും. तुम भी उसे जय पा सकते ഞാൻ हैं। നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, मैं तुम्हारे साथ എന്നെ होने से നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ, तुम मुझे साथ ले जा सकते എന്റെ हो। സാന്നിധ്യം വിട്ടുപോകാതെ നിങ്ങൾ അനുഭവിക്കാൻ കഴിയുമെങ്കിൽ
നിങ്ങൾക്കൊരു വിജയം ഉറപ്പാ. मेरा सानिध्य छोड़े बिना तू अनुभव कर पाएंगे तो तू जय पाएंगे। ഒരിക്കൽ ഈ ശിഷ്യന്മാരെ യേശു കർത്താവ് ധൈര്യപ്പെടുത്തി. चेलों को मसीह धैर्य देता है, ഇവിടെ സത്യത്തിൽ ഒരു വലിയ വാണിംഗ് കൊടുക്കുന്നത്. वहाँ उनको चेतावनी देता है, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിച്ചോണം. परीक्षा में ना पढ़ने के लिए जाकर प्रार्थना करें। ആ ഒരു അവസരം എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല. ये अवसर हर समय मिलेगा करके नहीं, സാഹചര്യങ്ങൾ എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല. ऐसा अवस्था हर समय नहीं मिल सकता है। കിട്ടുന്ന ഈ അവസരം ശിഷ്യന്മാരെ ബലമുള്ളതാ. अभी ये अवसर मिलता है चेले, वो बल है, ഇത് നിങ്ങൾ ഉപയോഗിച്ചോണം. इसे उपयोग करें। ഇത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഏറ്റെടുത്തോണം. आप प्रार्थना करने के लिए स्वीकार करें। ഇവിടെ നിങ്ങൾ ദൈവിക ജാഗ്രത പാലിച്ചോണം. यहाँ पे परमेश्वर में आप जागृत ഇത് നിങ്ങൾ होना है। ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് മുൻപിൽ പ്രതിസന്ധിയുടെ മുൻപിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ये आप स्वीकार करेंगे तो आपके जीवन की समस्याओं को आप जय पाएंगे। വലിയ ബലമാ കൊടുത്തേ. बड़ा बल देता है, സത്യത്തിൽ അത് അതുപോലെ സംഭവിച്ചു. वो उसी प्रकार हुआ। പത്രോസിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയോ? पतरस पकड़कर रुक पाए क्या? ഏതെല്ലാം നിലകളിൽ യാതനകൾ അനുഭവിക്കേണ്ടി വന്നു. कितना ही तकलीफ सहा। പിന്നത്തേതിൽ പരിശുദ്ധാത്മാവിന്റെ ബലം കിട്ടിയപ്പോൾ മനസ്സിലായി. बाद में पवित्र आत्मा का बल मिला तो समझ गया। പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏറ്റെടുത്തപ്പോൾ മനസ്സിലായി. पवित्र आत्मा का शक्ति वो स्वीकार किया तो समझ गया। യേശു പറഞ്ഞത് വെറുതെയല്ല. यीशु कहा व्यर्थ नहीं है। യേശു കർത്താവ് വെറുതെ ഒന്നും പറയത്തില്ല. यीशु मसीह कुछ भी व्यर्थ नहीं कहता ദൈവത്തിന്റെ है। വചനം വെറുതെ പറയുന്ന ഒരു കെട്ടുകഥയല്ല ബൈബിൾ. प्रभु की वचन व्यर्थ कहने वाली कहानी ഇത് नहीं നമ്മളെ है। എന്ത് പഠിപ്പിക്കുന്നു അത് പാലിക്കാൻ ഒരു ദൈവ പൈതൽ തയ്യാറാണെങ്കിൽ ये हमें क्या सिखाता है उसका पालन करने परमेश्वर के लोग तैयार അത് होने നമ്മുടെ से ജീവിതത്തെ നടത്തിക്കൊണ്ടിരിക്കും. वो हमें चलाएगा। അത് നമ്മളെ ആത്മീകമായി പച്ച പിടിച്ചും പുഷ്ടി പ്രാപിപ്പിക്കാനുള്ള ബലത്തെ തരാനിടയാകും. वो हमें आत्मा में हरियाली का अनुभव में ले चलेगा। തിരിച്ചു വരാം. ഇവിടെ ഉണരുക എന്ന് സിയോനോട് പറയുക. यहाँ सियोन से कहता है जाग जाग। എന്നിട്ട് അടുത്തത് പറയുന്ന രണ്ടാമത്തെ കാര്യം പറയുന്നത് നിന്റെ ബലത്തെ ധരിച്ചു കൊള്ളണം. अगला कहता है अपना बल धारण कर। ഇന്നലകളിൽ ഒരു ബലം അവർക്കുണ്ടായിരുന്നു. कल उनको एक बल था, പക്ഷെ ഇന്ന് അവർക്ക് ബലം നഷ്ടപ്പെട്ടിരിക്കുക. आज उनमें बल नष्ट हो गया है। ഇന്നലകളിൽ അവർ ഉണർന്നവരായിരുന്നു, ഉണർന്ന് പ്രവർത്തിച്ചവരായിരുന്നു. कल वो जाग कर कार्य करने वाले थे, ഇന്ന് അവർ ഏതൊക്കെയോ കാരണത്താലോ കാര്യത്താലോ അവർ മയങ്ങിക്കിടക്കുക. आज कुछ कुछ अनुभव में वो सोए हुए ഞാൻ हैं। ദൈവമക്കളോട് പറയാം, നമ്മുടെ ആത്മീക വളർച്ച മയക്കത്തിലാണോ ഇന്ന് ശക്തി പ്രാപിക്കണം. हमारा आत्मिक जीवन हम सोए हुए हैं क्या? हमें बल पाना है, ബലത്തെ ധരിച്ചു കൊള്ളണം. बल को धारण करना है। എഫേസി ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിലെ ബലത്തെ കുറിച്ച് പറയുന്നുണ്ട്. एफेसियों में ये सामर्थ के बारे में पौलुस कहता है, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. प्रभु में और उसके शक्ति में बलवान बनो। എന്തിനു വേണ്ടി ഈ ബലം ധരിക്കേണ്ടത്? क्यों हमें ये बल पाना है? ഉണരുന്ന ദൈവമക്കൾ जागने वाले परमेश्वर ബലത്തെ के लोग ധരിച്ചിരിക്കണം. बल पाना है। ബലത്തെ ധരിക്കുന്നത് എന്തിനു വേണ്ടി? बल धारण क्यों करना है? അപ്പോസ്തല സഭയോട് ശക്തമായി പറയുന്നു, प्रेरित कलीसिया से कहता है, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് शैतान की युक्तियों से हमें लड़े ദൈവിക ബലം നമുക്ക് ആവശ്യമാണ്. परमेश्वर का बल हमें चाहिए। ബുദ്ധി കൊണ്ട് അത് പറ്റത്തില്ല. बुद्धि से नहीं कर पाएंगे, മാനുഷിക ശക്തി കൊണ്ടും പറ്റത്തില്ല. मानसिक शक्ति से भी नहीं कर എനിക്ക് ഒത്തിരി पाएंगे। പരിചയമുണ്ട്, അത് നടക്കത്തില്ല. मुझे बहुत जानकारी है, बोलने से भी नहीं പരിചയം होगा। കൊണ്ടോ പഴക്കം കൊണ്ടോ തഴക്കം കൊണ്ടോ ഒന്നും നമുക്ക് ജയിക്കാൻ പറ്റുകയില്ല. हमारे एक्सपीरियंस के द्वारा, हमारे परिचय के द्वारा कुछ नहीं कर പിന്നെ पाएंगे। നമുക്ക് എന്തോ വേണമെന്നറിയാമോ? फिर हमें क्या चाहिए? ദൈവത്തിന്റെ ശക്തി ആവശ്യമാണ്. प्रभु का शक्ति चाहिए। അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞത്, इसलिए प्रेरित എന്നെ कहा, ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. जो मुझे सामर्थ देता है उसके द्वारा मैं सब कुछ कर सकता हूँ। എനിക്ക് എന്റെ ദൈവ ശക്തി പകർന്നാൽ मेरा परमेश्वर मुझे बल देने ആ से, ശക്തി എന്നിൽ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. वो सामर्थ मुझ में है तो मैं कुछ कर पाऊंगा। ദൈവത്തിന്റെ സാന്നിധ്യം എനിക്കുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിക്കാനും പറയാനും അവൻ പ്രാർത്ഥിക്കാനും സാധിക്കും. प्रभु का सानिध्य मुझ में है तो मैं बहुत कुछ कर सकता हूँ और बोल सकता हूँ। നോക്കണം, ദൈവത്തിന്റെ ശക്തി ഇല്ലാതെ നിന്നെ പുറത്തെടുക്കരുത്. प्रभु का शक्ति के बिना बाहर नहीं आएंगे, നമ്മൾ വിജയിക്കത്തില്ല, हम जय नहीं നമ്മൾ पाएंगे, തോറ്റുപോകും. हम हार അതുകൊണ്ട് जाएंगे। ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത്, चेलों से प्रभु कहा, ശക്തി ലഭിക്കുമ്പോഴും കാത്തിരിക്കണം. आप जब तक शक्ति पाएंगे तब तक बाट നിങ്ങൾക്ക് जोना എന്റെ കൂടെ है। നടന്നതിന്റെ പരിചയമുണ്ട്. तो हमारे साथ चलकर आपको परिचय ഞാൻ है। നിങ്ങൾക്ക് അധികാരം തന്നിരുന്നു. मैं तुम्हें अधिकार दिया था, ഭൂതത്തിന്റെ മേൽ അധികാരം തന്നു. भूतों के ऊपर തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് ശക്തി തന്നതാ. सांपों और बिच्छुओं को रौंदने का सामर्थ मैं तुम्हें दिया था, अधिकार दिया था। നിങ്ങൾക്ക് അധികാരം ഞാൻ മുന്നമേ തന്നതാ. पहले से मैं अधिकार दिया था। ആ അധികാരം പോരെ? वो अधिकार काफी യേശു है। പറയാ, അധികാരം പോരാ.
अभी यीशु कहता है अधिकार काफी നിങ്ങൾക്ക് ഇനി नहीं है। മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ശക്തി വേണം. आगे एक कदम भी रखना है तो प्रभु का सामर्थ्य चाहिए। ഉയരത്തിലെ ബലത്തെ നീ പ്രാപിക്കണം. स्वर्ग का बल को आप पाना है। ഉയരത്തിലെ ബലത്തെ പ്രാപിക്കാതൊരുത്തനും വിജയിക്കാൻ പറ്റുകയില്ല. स्वर्ग से बल पाए बिना कोई भी जय नहीं पाएगा। ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ഉയരത്തിലെ ശക്തി ഏറ്റെടുക്കണം. ये उपवास के प्रार्थना में स्वर्ग का बल हमें पाना है। യേശു പറയ യെരൂശലേം വിട്ടു വാങ്ങിപ്പോകാതെ നിങ്ങൾ ഉയരത്തിൽ നിന്ന് കേട്ട പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യണം? ആ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. यरूशलेम छोड़कर मत जाए, स्वर्ग से मिलने वाला शक्ति के लिए बाट जोना ആ है। ശക്തി നിങ്ങൾക്ക് വന്നാൽ वो शक्ति तुम्हें आएगा നിങ്ങളെ तब മുൻപോട്ട് കൊണ്ടുപോയിക്കോളും. वो तुम्हें आगे ले जाएगा। ശക്തി നമുക്കുണ്ടെ പാപത്തെ ജയിക്കാം. वो शक्ति हम में तो हम पाप को ആ जय ശക്തി पाएंगे। നമുക്കുണ്ടെങ്കിൽ രോഗത്തെ ജയിക്കാം. वो शक्ति हम में तो रोग से जय ആ ശക്തി पाएंगे। നമ്മുടെ മേലുണ്ട് ലോകത്തെ ജയിക്കാം. वो शक्ति हम में तो संसार को जय ആ पाएंगे। ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ वो शक्ति हमसे नष्ट हो गया तो ലോകം നമ്മളെ കീഴടക്കും. ये संसार हमें अधीन करेगा। ശിംശോനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. शिमशोन के बारे में पिछले दिनों में हम सुने ദൈവത്തിന്റെ थे। ശക്തിയുള്ള ഒരു മനുഷ്യൻ, परमेश्वर का सामर्थ्य है वाला ശക്തമായി मनुष्य, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവൻ. सामर्थ्य से परमेश्वर के लिए उपयोग हुआ। കെട്ടിയ കയറ് ചണനൂല് പോലെ കത്തിപ്പോയി. उसको जो बांधा हुआ रस्सी वो एकदम धागे के समान जल गया। അവന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വന്നപ്പോൾ उसके ऊपर परमेश्वर का सामर्थ्य आया था। കഴുതയുടെ ഒരു പച്ച താടിയിൽ എടുത്തുകൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞ് ആയിരങ്ങൾ ഇഞ്ഞു വീഴ്ത്തി. गधे का जबड़े का हड्डी लेकर एक पहाड़ दो पहाड़ करके लोगों को मारने लगा। ദൈവത്തിന്റെ ശക്തി അത്ര വലുതായിരുന്നു. परमेश्वर का सामर्थ्य उतना। പുതിയ നിയമത്തിൽ വരുമ്പോൾ ഉപദ്രവകാരിയായ ഒരു പരിശുദ്ധാത്മാവല്ല നമ്മളിൽ വെളിപ്പെടുന്നത്. नया नियम में उपद्रव करने वाला एक पवित्र आत्मा नहीं है हम पर। അത്താനോട് എങ്ങനെ പ്രതികരിക്കണോ ആ പവറോടെ പ്രതികരിക്കുന്ന ഒരു ദൈവശക്തി. शैतान से हमें किस प्रकार लड़ना है वो सामर्थ्य से हमें हमारे लिए कार्य करने वाला है। മനുഷ്യനെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. मनुष्यों को प्रेम करने वाला पवित्र आत्मा का सामर्थ्य। മനുഷ്യനെ എതിർക്കുന്ന ശക്തിയല്ല. मनुष्य का विरोध करने वाले മനുഷ്യനെ नहीं। തകർക്കുന്ന ശക്തിയല്ല. मनुष्य को तोड़ने वाले नहीं। മനുഷ്യനോട് സ്നേഹം പ്രകടമാക്കുന്ന ദൈവശക്തി. मनुष्यों से प्रेम को प्रकट करने वाला सामर्थ्य। ആ ഒരു ദൈവശക്തി നമ്മളിൽ വ്യാപരിച്ചു തുടങ്ങണം. वो परमेश्वर का सामर्थ्य हम में प्रकट ഇവിടെ होना है। അതുകൊണ്ടാണ് കർത്താവ് ശക്തമായി ശിഷ്യന്മാരോട് പറയുന്നത്, इसलिए यहाँ पे मसीह चेलों से ഈ कहता है ശക്തി നിന്റെ മേൽ വേണം. ये शक्ति तुम में चाहिए। ബലപ്പെടണം, तू बलवंत होना, ബലം ധരിക്കണം. बल को धारण ഇത് करना, ധരിക്കേണ്ട ഒന്നാ. ये हमें धारण करना है। നമ്മുടെ ശരീരത്തിന്റെ മേൽ വെളിപ്പെടേണ്ട ഒന്നാ. ये हमारे शरीर में प्रकट होना ഈ प्रकट होगा तब। ദൈവശക്തി കണ്ണുകളെ നിയന്ത്രിക്കും. ये शक्ति जो हमारे हमें नियंत्रण ഈ करेगा। ദൈവശക്തി കാതുകളെ നിയന്ത്രിക്കും. ये परमेश्वर का शक्ति हमारे कानों को नियंत्रण ഈ करेगा। ദൈവശക്തി നാവിനെ നിയന്ത്രിക്കും. ये शक्ति हमारे जीभ को नियंत्रण ഈ करेगा। ദൈവശക്തി കരങ്ങളെ നിയന്ത്രിക്കും. ये शक्ति हमारे हाथों को ഈ नियंत्रण ദൈവശക്തി करेगा। കാലുകളെ നിയന്ത്രിക്കും. ये शक्ति हमारे पैरों को नियंत्रण നമുക്ക് करेगा। ഇഷ്ടമുള്ളതല്ല ചെയ്യുന്നത്. हमारी इच्छा वाले कार्य നമുക്ക് नहीं करेंगे। ഇഷ്ടമുള്ളതല്ല പറയുന്നത്. हमारी इच्छा से नहीं നമുക്ക് बोलेंगे। ഇഷ്ടമുള്ളതല്ല കേൾക്കുന്നത്. हमारी इच्छा से नहीं നമുക്ക് सुनेंगे। ഇഷ്ടമുള്ളതല്ല കാണുന്നത്. हमारी इच्छा से नहीं ഈ देखेंगे। ദൈവിക ശക്തി നമ്മുടെ മേൽ വന്നാൽ, ये परमेश्वर का शक्ति हम में ഒരു आने ദൈവ से, പൈതൽ ദൈവത്തിന്റെ ബലത്തെ ധരിച്ചാൽ एक परमेश्वर का जन परमेश्वर का बल धारण करने അവനിലൂടെ से പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ പവർ ഭയങ്കരമായിരിക്കും. हमारे द्वारा उंडेले जाने वाला पवित्र आत्मा का सामर्थ बहुत भयंकर होगा। കൊതിക്കണം ദൈവമക്കളെ, चाहना है प्रिय लोगों, വാഞ്ചിക്കണം. चाहत के साथ बैठना। പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കണം. पवित्र आत्मा का बड़ा कार्य होने के लिए समर्पित करें। ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഇതിന്റെ അകത്ത് വെളിപ്പെട്ടു തുടങ്ങിയാൽ परमेश्वर का सामर्थ आज यहाँ पे उतरने അതുകൊണ്ട് से, നമ്മൾ പറയും നമ്മൾ ആള് മാറും. इसलिए मैं कहता हूँ हम बदल जाएंगे। ഇന്നലെ അവിശ്വസിച്ചവനല്ല ഇന്ന് कल हम अविश्वास के ऐसा नहीं है आज का अवस्था। ഇന്നലെ ചെയ്യാൻ പറ്റാത്തത് ഇന്ന് ചെയ്യാൻ പറ്റും. कल हम नहीं कर पाए आज कर पाएंगे। ഭയങ്കര ഡിഫറന്റ് അത്. एकदम बदल ഇന്നലെ जाएंगे। പത്രോസിനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് ഈ ദൈവശക്തി വന്നു കഴിയുമ്പോൾ അവന് സൗഖ്യം കൊടുക്കാൻ പറ്റും. कल पत्रस चंगा नहीं कर पाए लेकिन प्रभु का सामर्थ आया तो वो चंगा कर पाएगा। അതിന് ദൈവം പറയുന്നത് ഈ ബലത്തെ നമ്മൾ പ്രാപിക്കണം. इसलिए प्रभु कहता है ये बल को हमें प्राप्त करना ഈ है। ശക്തിയെ നമ്മൾ ഏറ്റെടുക്കണം. ये शक्ति को हमें स्वीकार। പൗലോസും ശീലാസും കാരാഗൃഹത്തിനകത്ത് ബന്ധിക്കപ്പെട്ടു. पौलुस और शीलास बंदीगृह में बंधा हुआ था। ബന്ധനത്തിനകത്ത് കിടക്കുന്നവർ बंधन में पड़े हैं वो लोग। പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ प्रार्थना करे, प्रभु का गीत गाकर ഞാൻ स्तुति പറയും करे तब ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ ഇടയിൽ ഇറങ്ങി. प्रभु का सानिध्य उनका बीच में उतरा। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അവർ അനുഭവിച്ചു. पवित्र आत्मा का बड़ा कार्य वो अनुभव कर ദൈവശക്തി पाए। ഒരുവന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ प्रभु का सामर्थ एक में അവനെ प्रकट हुआ കെട്ടിയ था। കെട്ടുകൾ പൊട്ടി.
उसको जो बांधा हुआ था बंधन അവനെ टूट गया, ബന്ധിച്ച ബന്ധനങ്ങൾ അഴിഞ്ഞു. उसका बंधन खुल गया, അവനെ ബന്ധിച്ച സകല ബന്ധനങ്ങളെ സ്വർഗ്ഗം അഴിച്ചു കളഞ്ഞു. उसको बांधा हुआ सारा बंधन ഞാൻ प्रभु പറയാം, खोल ഈ दिया। ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമക്കളൊന്ന് ഉണരാൻ തയ്യാറായാൽ, ये उपवास के प्रार्थना में परमेश्वर के लोग जागने तैयार हो जाए, ഫലത്തെ ധരിക്കാൻ തയ്യാറായാൽ, फल को धारण करने तैयार हो जाए। നമ്മൾ ഉപേക്ഷയെ നമുക്ക് നന്നായിട്ട് അറിയാം. मूसा के बारे में हम जानते हैं। സ്തോത്രം. ഇസ്രായേലും ഇസ്രായേലും തമ്മിൽ വാക്കുവാദം ഉണ്ടായപ്പോൾ ഓടിച്ചെന്ന് ഇസ്രായേലിനെ ഒറ്റയടിക്ക് കൊന്നവനാ മോശ. इसराइल और मिस्र का दो लोगों के बीच में वाद विवाद हो तो मूसा गया और मिस्र वाले को मार दिया। യിത്രോവിന്റെ ആടിനെ മേയിച്ചുകൊണ്ട് അങ്ങനെ പോകുക. इत्रो के भेड़ों को चराते हुए जा रहा है। ഹോരേബോളം എത്തിക്കഴിഞ്ഞപ്പോൾ होरेब तक पहुंचा था। ദൈവം തീരുമാനിച്ച് ഈ മനുഷ്യനെ പുറത്തെടുക്കണം. परमेश्वर सोच लिया इस मनुष्य को बाहर निकालना है। സാധാരണ ഒരു അനുഭവത്തിൽ ഇവനെ വിളിച്ചാ കിട്ടത്തില്ല. साधारण अनुभव में से बुलाए तो नहीं आएगा। ഇവൻ കണ്ടതൊരു മുൾപടർപ്പ് കത്തുന്നു. ये देख रहा है एक झाड़ी जलता है। ഇവന്റെ മേൽ ഒരു പ്രത്യേക ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങി. ये परमेश्वर का एक विशेष सानिध्य अनुभव करने വെറും लगा। ഇടയനായിട്ട് ഹോരേബോളം ചെന്നവൻ चरवाही के समान होरेब तक गया തിരിച്ചു था। വരുന്നത് ചില അധികാരത്തോടാ. वो वापस आ रहा कुछ ഞാൻ अधिकार के ഇന്ന് साथ में। ദൈവമക്കളോട് ഞാൻ പ്രവചിച്ച് ഞാൻ പറയാം, आज परमेश्वर के लोगों से मैं കൊതിയുള്ള भविष्यवाणी कहता हूं। ദൈവമക്കൾ ഈ പകൽ ആഗ്രഹിക്കാൻ തയ്യാറാകുക. चाहत है वाले आज चाहने तैयार हो ഉപവാസ जाए। പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് उपवास प्रार्थना समाप्त ചിലതിന്റെ होने മേൽ ചില അധികാരത്തോടെ പുറത്തിറങ്ങട്ടെ. कुछ लोगों पर अधिकार के साथ बाहर ചില निकलना അഭിഷേകം है। കൈമാറട്ടെ. कुछ अभिषेक उंडेला ചില जाना ദൈവ है। കൃപകൾ കുഞ്ഞുങ്ങൾ പ്രാപിക്കാൻ ഇടയാകട്ടെ. प्रभु का वरदान हमारे बच्चे पाना है। ചുമ്മാതെ ദൈവസനി വന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു പുത്തൻ അഭിഷേകം സകലരുടെ മേൽ ശക്തിയോടെ പകരപ്പെടണം. बेकार में प्रभु के सनिधि में आए उससे बढ़कर एक नया अभिषेक आप लोग सब पाना। കൊതി വേണം, चाहत होना है, വാഞ്ച വേണം. एक प्यास अंदर होना है। യമൻ തമ്പുരാൻ പിടിച്ചിറക്കിക്കോളും. प्रभु बाहर निकालेगा। ആഗ്രഹമില്ലാത്ത നിന്നെ തമ്പുരാൻ തൊടത്തില്ല. आपको इच्छा नहीं है तो प्रभु नहीं വാഞ്ച छुएगा। ഇല്ലാത്ത നിന്നെ തൊടത്തില്ല. चाहत नहीं है तो प्रभु नहीं छुएगा। ഇസ്രായേലിനെ തൊട്ടതിന്റെ പേരിൽ इस्राएली को छुआ इसलिए ഒരുത്തനെ കൊന്നുകളഞ്ഞ ഒരു തീഷ്ണത एक को मार दिया। वो जोश, മോശയുടെ മേൽ കണ്ടപ്പോൾ वो मूसा के ऊपर എന്റെ देखा था। ദൈവത്തിന് മനസ്സിലായി, എന്റെ പവർ ഞാൻ ഇവന്റെ മേൽ പകർന്നാൽ, परमेश्वर समझ गया उसका सामर्थ्य എന്റെ मूसा में ശക്തി उंडेल ഞാൻ कर ഇവന്റെ മേൽ പാസ് ചെയ്താൽ, प्रभु का शक्ति उसमें ഇവൻ प्रवेश करने ഇസ്രായേൽ लगी। ജനത്തെ മുഴുവൻ പുറത്തു കൊണ്ടുവരും. सारे इसराइलियों को बाहर लाएगा। ഒരുത്തനെ തല്ലിക്കൊന്നിട്ട് ഒരുത്തനെ രക്ഷിച്ചെങ്കിൽ एक को मारकर एक को बचाया तो ദൈവത്തിന്റെ ശക്തി ഇവന്റെ മേൽ പകർന്നാൽ, परमेश्वर का सामर्थ्य ഇവന്റെ उंडेल से നാവിലൂടെ പകരപ്പെടുന്ന അഭിഷേകത്തിന്റെ ശബ്ദം രാജ്യത്തെ കീഴടക്കും. इसके जीभ से प्रकट होने वाला अभिषेक का शक्ति ഇന്ന് राज्यों को പകൽ हिलाएगा। ഇതിനകത്തുള്ള കുഞ്ഞുങ്ങൾ, ഇതിനകത്തുള്ള പിതാക്കന്മാർ, മാതാക്കൾ ഈ വചനത്തെ ഒന്ന് ഏറ്റെടുക്കാൻ ഈ പകൽ നിങ്ങൾ തയ്യാറായാൽ, आज यहाँ बैठे बच्चे माता पिता सभी वचन का सामर्थ को स्वीकार നിന്റെ करें। അധരം അധികാരമായി മാറും. आपका जीभ में നിന്റെ अधिकार होगा। അധരം അധികാരമായി മാറും. आपका जीभ अधिकार നിന്റെ में കരത്തിനൊരു അധികാരം പകരും. बढ़ेगा। आपके हाथों में നിന്റെ अधिकार होगा। ശരീരത്തിനൊരു അധികാരം പകരും. आपके शरीर എന്നാ തീഷ്ണതയാ മോശയ്ക്ക്. कितना जोश है मूसा में। നിങ്ങൾ വിചാരിക്കരുത് പമ്മി ഇരുന്ന ഒരുത്തനെ പൊക്കിക്കൊണ്ട് വന്നാന്ന് വിചാരിക്കല്ലേ. आप लोग ऐसा मत सोचे वो आराम से बैठा था उसे प्रभु അങ്ങനെ बाहर लाया। ഒരുത്തനെ പൊക്കിയ ചരിത്രം ബൈബിളിൽ ഇല്ല. ऐसा किसी को भी बाहर नहीं लाया, ऐसा എത്ര चरित्र പേര് नहीं है। കേൾക്കുന്നുണ്ട്? ഒരു ഗിദയോനെ നമുക്കറിയാം. एक गिदोन के बारे में जानते हैं। ദേശം മുഴുവൻ, ആ രാജ്യം മുഴുവൻ ഒളിച്ചിരിക്കുമ്പോ, पूरा देश के लोग छिपे हुए हैं। സകലതും പേടിച്ച് മാളത്തിനകത്തിരിക്കുമ്പോൾ, सब लोग छिपकर डर कर बैठे हैं तब ഒരുത്തൻ അവന്റേതാരും കൊണ്ടുപോകരുതെന്ന് വിചാരിച്ച് അവൻ അവന്റേത് സൂക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നപ്പോൾ അവിടെ ഇറങ്ങി ദൈവം. एक व्यक्ति अपना भलाई को कोई ले नहीं जाना करके वो देश से എല്ലാവരും भागा था। ഓടുന്നത് പോലെ ഓടിയാ നിന്നെ തമ്പുരാൻ തൊടത്തില്ല. सब लोग भागने के समान आप भागने से എല്ലാവരും आपको नहीं പോകുന്നത് छोड़ेगा। പോലെ പോയാൽ നിന്നെ ദൈവം ഉപയോഗിക്കത്തില്ല. सब जाने के समान आप जाने से നിന്നിൽ ഒരു उपयोग नहीं होगा। ഡിഫറന്റ് ആയിട്ടുള്ള ഒരു മഹത്വം ദൈവം കാണണം. आप में प्रभु एक अलग महिमा देख ഓ, रहे हैं। ഒരുവൻ ഉപയോഗിക്കപ്പെടുന്നത് അങ്ങനെയാ. एक जन उसी प्रकार उपयोग होता है। എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പോലെയല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. सभी लोग प्रार्थना करने के समान എല്ലാവരും प्रार्थना കൈയടിക്കുന്നത് करें। പോലെയല്ല നീ കൈയടിക്കേണ്ടത്. सभी लोग ताली बजाने के समान നിന്നിൽ आप ഒരു नहीं करना। വ്യത്യസ്തത ദൈവം കണ്ടാൽ आप में कुछ बदलाव प्रभु നിന്നെ അവൻ देखेंगे। ചിലത് പരമേൽപ്പിക്കും. वो आपको कुछ सौंपेगा। നിന്നെ അവൻ ചിലത് പരമേൽപ്പിക്കും. प्रभु आपको कुछ सौंपेगा। ദൈവം ഇടപെടുന്നത് അങ്ങനെ പ്രിയരെ. प्रभु उसी प्रकार कार्य ബൈബിൾ करता है। നിങ്ങൾ ആഗോളം പഠിച്ചു നോക്ക്. पूरा बाइबल आप पढ़कर देखिए। മടിയന്മാരുടെ അടുക്ക ചെന്നിട്ട് ദൈവം പറഞ്ഞവരെ പൊക്കിയിട്ടില്ല. आलसी के पास जाकर प्रभु उसे बाहर नहीं लाया है।
വ്യത്യസ്തമായി നിന്നവനെ अलग तरीके से खड़ा था वाला। ഓർത്തു നോക്കിയേ, सोच कर देखिए, ഗിദെയോനെ ദൈവം പൊക്കിയെടുത്തത് എവിടുന്നാ? गिदोन को प्रभु कहाँ से उठा लाया? അവനെ വിളിച്ച പേരെന്നാ? उसको क्या नाम दिया? എന്തുകൊണ്ട്? क्यों बुलाया? എടാ, നാട്ടുകാരെല്ലാം ഒളിച്ചിരിക്കുക, सारे लोग छिपे हुए നീ हैं, ചങ്കൂറ്റത്തോടെ നീ വെളി വന്നിരിക്കുക. तू हिम्मत के साथ बाहर है। എല്ലാവരും പമ്മി നടക്കുമ്പോ നീ കർത്താവിന് വേണ്ടി നേരോടെ നിൽക്കുക. सब लोग झुक कर खड़े, लेकिन तू എല്ലാവരും परमेश्वर के पीछे खड़ा അശുദ്ധിയിൽ है। നിൽക്കുമ്പോ നീ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുക. सब लोग अशुद्धता में, എല്ലാവരും മയങ്ങി കിടക്കുമ്പോ നീ ഉണരുകയാ. सब लोग सोए हुए, तू നിന്നെ जागता എന്റെ है। ദൈവത്തിന് ഉപയോഗിക്കാനുണ്ട്. तुझे प्रभु इस्तेमाल करना നിന്നെ चाहता എന്റെ है। ദൈവത്തിന് പ്രയോജനപ്പെടുത്താനുണ്ട്. तुझे प्रभु उपयोग करना चाहता है। बुलाया नहीं। ഉഴപ്പിയവനോടെല്ലാം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, നീ മടിയനാ, जो आलस्य से उसे प्रभु आलसी पुकारा है। നീ ദുഷ്ടദാസനാ, तू दुष्ट दास है നീ बोला। പ്രയോജനരഹിതനാ, तू उपयोग रहित നിന്നെ है। കൊണ്ട് യാതൊന്നിനും കൊള്ളത്തില്ല. तू कोई भी कार्य कर नहीं പക്ഷെ होगा। ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയാ, आज मैं परमेश्वर के लोगों से कहता മറ്റുള്ളവർ हूँ, പറയുന്ന സ്തോത്രത്തെക്കാൾ ആത്മാർത്ഥതയോടെ നീ സ്തോത്രം പറയുന്നുണ്ടെങ്കിൽ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. दूसरे लोग बोलने वाले स्तुति से बढ़कर आप सच्चाई से स्तुति करने से आपको देखने वाला प्रभु है। ദൈവത്തിനറിയാം ഇവനെ ചിലത് ഏൽപ്പിച്ച എന്തെങ്കിലും നടക്കും. प्रभु जानता है इसे कुछ सौंपना है, ഇവനെ ഏൽപ്പിച്ച നടക്കും. इससे कुछ सौंपने से कार्य ഇവന്റെ മേൽ होगा। ഒരു അഭിഷേകം പകർന്ന നടക്കും. इसमें एक अभिषेक देने से ഇന്ന് പകൽ उपयोग ഞാൻ होगा। ദൈവമക്കളോട് പറയാ, ഉഴപ്പുന്നവനെ ദൈവത്തിന് ആവശ്യമില്ല. मैं आप लोगों से कहता हूं, जो आलस्य അഹങ്കാരം കാണിക്കുന്നവനെ ദൈവത്തിന് ആവശ്യമില്ല. जो घमंड करते हैं वो प्रभु ഇന്ന് नहीं പകൽ चाहता है। സമർപ്പിക്കപ്പെടുന്നവനെ, समर्पित जो करते തന്നെ हैं, താഴ്ത്തുന്നവനെ अपने आप को എന്റെ जमीन ദൈവം में ഉയർത്താൻ തുടങ്ങും. उसे प्रभु उठाएगा। എന്റെ ദൈവം ഉയർത്തി തുടങ്ങിയാൽ हमारा प्रभु उठाने से ആർക്കും അവനെ താഴ്ത്താൻ പറ്റുകയില്ല. कोई भी उसे नीचा नहीं कर पाता। 38 വർഷം കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് കർത്താവ് ചെന്നില്ലേ? 38 साल से पड़ा था, उस मनुष्य के पास मसीह गया। അവരോട് കർത്താവ് ചോദിച്ചു, മനസ്സുണ്ടോ സൗഖ്യമാകാൻ? उससे प्रभु पूछा, तू चंगा होना चाहता है? യേശുവിനെ നന്നായിട്ട് അറിയാം. यीशु अच्छी तरह जानता है, അവൻ ശ്രമിക്കുന്നുണ്ടെന്ന് അറിയാം. वो कोशिश करता है, जानता അവൻ है, പറയുന്നുമുണ്ട്, वो बोलता भी है, ഞാൻ ശ്രമിക്കുന്നുണ്ട്, मैं कोशिश करता പക്ഷേ हूँ, എന്റെ ശരീരം അനുവദിക്കുന്നില്ല. लेकिन मेरा शरीर उसके लिए അങ്ങ് अनुमति नहीं देता, അങ്ങ് എത്താൻ പറ്റുന്നില്ല. वहां तक पहुंच नहीं ഞാൻ पाता है। ശ്രമിക്കാഞ്ഞിട്ടല്ല. मैं कोशिश नहीं ഇന്ന് करा പകൽ करके ഞാൻ नहीं। ദൈവമക്കളോട് പറയാ, मैं परमेश्वर के लोगों से कहता हूँ, ശ്രമിക്കുന്നവനാണെങ്കിൽ, जो कोशिश करते വിടുതൽ हैं, എന്റെ വീടിനകത്ത് വെളിപ്പെടണമെന്ന് കൊതിക്കുന്നവനാണെങ്കിൽ, छुटकारा मेरे परिवार में എന്റെ होना തലമുറ चाहने वाले, അഭിഷേകത്തെ നിറയണമെന്ന് കൊതിക്കുന്നവനാണെങ്കിൽ, मेरा बच्चा अभिषेक से भरना എന്നിലെ चाहते പവർ हो, വരണമെന്ന് ആഗ്രഹിക്കുന്നവനാണെങ്കിൽ, मुझे वो सामर्थ आना നിന്റെ चाहते हो, ആഗ്രഹത്തെ തടസ്സം ചെയ്യുന്നവനല്ല, നിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നവനാ. आपकी चाहत को रोकने वाला नहीं, आपके आग्रह को पूरा നിന്റെ करने കൊതിയെ वाला है। എന്റെ ദൈവം ഏറ്റെടുത്ത് നിന്നെ വിടുവിക്കുന്നവനാ. आपका चाहत को प्रभु स्वीकार है। അതുകൊണ്ട് ഞാൻ ദൈവമക്കളോട് പറയാം, മത്സരം നമ്മുടെ അകത്ത് വരിക ചെയ്യല്ലേ. इसलिए परमेश्वर के लोगों, हमें बलवा नहीं होना है। പ്രാപിച്ചില്ലെന്നുള്ളേ ഉള്ളൂ. प्राप्त नहीं किया तो नहीं किया, പക്ഷെ എല്ലാവരും കൊതിക്കണം, लेकिन सभी लोग എല്ലാവരും चाहना है, വാഞ്ചിക്കണം, सभी लोग चाहना है, എല്ലാവരും ആഗ്രഹിക്കണം. सभी लोग आग्रह എന്റെ करना, മേൽ അഭിഷേകം പകരപ്പെടണം. मुझ में वो अभिषेक എന്നെ उठेगा, എന്റെ ദൈവം ഉപയോഗിക്കണം. मुझे वो प्रभु उपयोग ദൈവം करना। പറയുന്നു, ബലത്തെ ധരിച്ചുകൊള്ളുക, परमेश्वर बोलने वाला बल को धारण ചാവാറായ करते हुए, ശേഷിപ്പുകളെ ശക്തീകരിക്കുക. मरने के समान है वालों को നീ सामर्थ देगा। ഉണർന്നേ മതിയാകത്തുള്ളൂ. आपको जागना है, ഉണരാതിരുന്നാൽ आप नहीं जागने से എന്നേക്കുമായി തോൽവിയാ. आप हार जाएंगे। ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ പറയാം, परमेश्वर के लोगों से कहता ഒരുപക്ഷേ ഈ हूँ, സ്പീഡിലൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാകത്തില്ലെന്ന് വരാം शायद ചിലപ്പോൾ. स्पीड से बोलने से आप उतना समझ नहीं पाते പക്ഷേ होंगे, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പമ്മിയിരിക്കില്ലേ. लेकिन मैं कुछ नहीं समझता, ऐसा मत ഒറ്റ बैठे। കൊതി അകത്ത് വേണം. एक चाहत अंदर होना എനിക്ക് है, യേശുവിന്റെ മഹത്വം അറിയണം. मुझे यीशु का महिमा എന്റെ चाहिए, കുടുംബത്തിനകത്തൊരു വിടുതൽ വേണം. मेरे घर में एक छुटकारा എന്റെ चाहिए, തലമുറയ്ക്കകത്തൊരു ദൈവപ്രവൃത്തി വേണം. मेरे बच्चे में प्रभु का कार्य എന്റെ होना है, തലമുറയിൽ ഒരു അത്ഭുതം നടക്കണം. मेरे बच्चे में चमत्कार എന്റെ होना തലമുറ है, അസാധാരണമായ അഭിഷേകം ചുമക്കണം. मेरा बच्चा असाधारण എന്റെ अभिषेक होना കുടുംബത്തിനകത്ത് है, അസാധാരണമായ കൃപ വ്യാപരിക്കണം. मेरे परिवार में असाधारण ഇത് कृपा ദൈവമൊക്കെ होना है। കൊതിക്കുന്നവരാണെങ്കിൽ आप चाहने वाले हैं तो പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, पवित्र आत्मा कहता നിന്റെ है, അവസ്ഥയ്ക്ക് അവൻ വ്യത്യാസത്തെ തരും. आपकी अवस्था को वो बदले। വില കൊടുത്തവനെ തമ്പുരാൻ പൊക്കിയിട്ടുണ്ട്, कीमत चुकाए है तो उसे उठाया है, അവനെ ഉപയോഗിച്ചിട്ടുണ്ട്. उसे उपयोग भी किया है। ദൈവം നമ്മളെ വിളിക്കുന്ന എന്തിനു വേണ്ടിയാ അറിയോ? प्रभु हमें क्यों बुलाता है? ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം
പോഷത്വമായ ഉള്ളതിനെ തെരഞ്ഞെടുത്തു. ज्ञानियों को लज्जित करने मूर्खों को प्रभु चुना है. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. बलवानों को लज्जित करने के लिए बलहीनों को प्रभु चुना. ദൈവമക്കൾ ഇന്ന് പകൽ ഓർത്തോണം, परमेश्वर के लोग सोचे, ദൈവം ഉണരാൻ പറഞ്ഞാൽ ഉണർന്നേ മതിയാകത്തുള്ളൂ. प्रभु जागने कहता है तो हमें जागना है. ബലത്തെ ധരിക്കാൻ പറഞ്ഞാൽ ഏൽപ്പിച്ചു കൊടുത്തേ മതിയാകത്തുള്ളൂ. बल धारण करो बोले थे हमें समर्पित करना है. അങ്ങനെ വിട്ടുകൊടുത്തവൻ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ऐसे जो समर्पित किए वो प्रभु ഹോരേബിലെത്തിയ മോശയെ होरेब तक पहुंचा मूसा, ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടു. प्रभु झाड़ी में प्रकट हुआ. എന്നിട്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങി. अब मूसा से बात करता है, അധികാരം കൈമാറി. अधिकार दिया. നീ ഇന്നലകൾ ചെന്നതുപോലല്ല ഇനി നീ പോകുന്നത്. तू कल तक गया समान नहीं आज जाता. ഈ ഉപവാസ പ്രാർത്ഥനയിലും ദൈവമക്കൾ ഒന്നത് ഏറ്റെടുക്കണം. ये उपवास के प्रार्थना में परमेश्वर ഈ को ഉപവാസ स्वीकार करे. പ്രാർത്ഥന എന്റെ ഭവനത്തെ ചേഞ്ച് ആക്കും. ये उपवास का प्रार्थना मेरे परिवार को ഈ बदलेगा. ഉപവാസ പ്രാർത്ഥന എന്റെ ജീവിതത്തിന് ചേഞ്ച് വരുത്തും. ये उपवास के प्रार्थना मेरे जीवन में बदलाव ആത്മീക देगा. മണ്ഡലങ്ങൾക്ക് വ്യത്യാസം വരും. आत्मिक क्षेत्र में बदलाव आएगा. ദൈവമക്കൾ കൊതിക്കണം. ദൈവമക്കളെ परमेश्वर के लोग प्यासे रहना വാഞ്ചിക്കാത്ത है. ആർക്കും ഇത് ലഭിക്കപ്പെടത്തില്ല. जो नहीं चाहते वो प्राप्त नहीं करते. ആഗ്രഹിക്കാത്തവർക്ക് ഇത് കിട്ടത്തില്ല. जो आग्रह नहीं करते वो पाते नहीं है. ആഗ്രഹിക്കുന്നവന് കുടിക്കാം ഇതിനകത്തുനിന്ന്. जो चाहते हैं वो पी सकते हैं. ആഗ്രഹിക്കുന്നവന് ഇത് പ്രാപിക്കാൻ കഴിയും. जो चाहते हैं वो प्राप्त होता है. സാധാരണക്കാരായവരെ അസാധാരണക്കാരാക്കി മാറ്റും. साधारण मनुष्यों को असाधारण में മസിൽ बदलेगा. പിടിച്ച നടക്കത്തില്ലത്. हम मसल पकड़ने से नहीं ബുദ്ധി होगा. കൊണ്ടൊന്നും നടക്കത്തില്ലത്. हमारी बुद्धि से नहीं ഏൽപ്പിച്ചു होगा. കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, समर्पित करने तैयार വിട്ടുകൊടുത്ത होने से. ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ, प्रभु में समर्पित करने സമർപ്പിച്ച तैयार होने से. ദൈവത്തിൽ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ, समर्पित करके प्रभु की നിന്റെ सन्निधि में बैठने നാവിനെ से സ്വർഗ്ഗം നിയന്ത്രിക്കും. आपका जीभ को प्रभु नियंत्रण करेगा. ആമേൻ. മോശ വിട്ടുകൊടുത്തു, मूसा समर्पित किया, സമർപ്പിച്ചു കൊടുത്തു. समर्पित किया. ആദ്യമൊക്കെ പറഞ്ഞു, ദൈവമേ प्रभु എനിക്ക് ഒക്കത്തില്ല, मुझसे नहीं होगा, വേറൊരാളെ തെരഞ്ഞെടുത്തു. और किसी को चुन ले. എന്റെ തടിച്ച നാവാ, मेरा मोटा जीभ है, എന്റെ തടിച്ച നാവാ, मोटा जीभ है, എനിക്ക് ഒത്തിരി കുറവുണ്ട്, मुझ में बहुत कमी പെട്ടെന്ന് है, കോപിഷ്ടനാ ഞാന്, मैं जल्दी क्रोधित ഞാൻ होता ഒരാളെ തല്ലിക്കൊന്നതാ. हूं. एक को मार दिया. മാത്രമല്ല അവിടെ എനിക്ക് എതിരെ ഒരു കേസും കിടപ്പുണ്ട്. मेरे लिए केस पड़ा है ഇനി ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ और मैं वहां जाने എന്നെ से അവർ തുറുങ്കിലടയ്ക്കും. वो लोग मुझे बंदीगृह में बंद കുലപാതക करेंगे. കുറ്റമായി എന്റെ മേൽ ആരോപിക്കപ്പെട്ടത്. खूनी का आरोप मुझ में लगा അത് है. കറക്റ്റാ. പല സാക്ഷികളുണ്ട്. वो सही है, बहुत सारी ഞാൻ गवाही ഇനി है. എങ്ങനെ അങ്ങോട്ട് ചെല്ലും? मैं कैसे जाऊं? തമ്പുരാൻ പറയുന്നു, ബുദ്ധി കൊണ്ടല്ല കുഞ്ഞേ, प्रभु बोलता है तू നിന്റെ बुद्धि से नहीं, ബലഹീനത കണ്ടുകൊണ്ട് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്. तेरा कमजोरी देखकर मैं तुझे യമേ, चुना है. നിന്റെ മേൽ ഒരു ദൈവിക അഭിഷേകത്തെ ഞാൻ പകരം പോവാ. तेरे में एक प्रभु का अभिषेक ചില അധികാരം मिलेगा. ഞാൻ നിനക്ക് കൈമാറും. कुछ अधिकार मैं ചില तुझे കൃപ ഞാൻ दूंगा. നിന്റെ മേൽ പകരും. कुछ वरदान मैं ചില दूंगा. ദൈവത്തിന്റെ അഭിഷേകം ഞാൻ പകരും. प्रभु का अभिषेक मैं നിന്റെ दूंगा. നേരെ ഒരുത്തനും നിൽക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. तेरे विरुद्ध में कोई खड़ा नहीं നിന്റെ होगा. നാവ് ഒരു അധികാരമായി മാറും. तेरे जीभ में നിന്റെ अधिकार ഈ होगा. കരത്തിന് ഞാൻ പവർ തരും. तेरे हाथ में ഓ, सामर्थ നീ होगा. കാല് കുത്തുമ്പോൾ ചലിക്കും ചിലത്. तेरे पाँव में നീ सामर्थ होगा. കാല് കുത്തുമ്പോൾ ചില വിടുതൽ സംഭവിക്കും. तू जहाँ पाँव നീ रखेगा छुटकारा പറയുമ്പോൾ होगा. അത്ഭുതം നടക്കും. तू जब बोलेगा. എനിക്ക് യാതൊരു കഴിവില്ലാത്തവനാ, मुझ में कोई सामर्थ नहीं है. പക്ഷേ സ്വർഗം നിന്നെ കണ്ടിട്ടുണ്ട്. प्रभु आपको देखा है. ദൈവം നിന്നെ ഇതിനകത്ത് കൊണ്ട് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ प्रभु आपको यहाँ पर बैठाया है ഞാൻ तो ദൈവമക്കളോട് പറയാം, ആരെയും വെറുതെ ഇതിനകത്ത് കൊണ്ടുവരത്തില്ല. प्रभु बेकार में किसी को यहाँ नहीं ഈ लाया ദൈവ है. സാന്നിധ്യം ഉള്ളിടത്ത് നിന്നെ ये കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ सामर्थ है वाला जगह आप ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. आपके लिए प्रभु का एक നിന്റെ योजना കുടുംബത്തെ है. കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. आपके परिवार के लिए प्रभु ഇന്നവകം का एक നിന്റെ योजना തലമുറയെ है. കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. आपके बच्चे के लिए प्रभु का एक ഓ, योजना है. ദൈവ ചുമ്മാതെ കത്തുന്നിടത്ത് എത്തിക്കത്തില്ല. प्रभु बेकार में किसी को नहीं लाएगा. ചില കുടുംബങ്ങളെ ദൈവം തൊടട്ടിന്ന്, कुछ परिवार ചില को प्रभु തലമുറകളെ ദൈവം തൊടട്ടെ. कुछ बच्चों को ചിലതിന്റെ മേൽ അഭിഷേകം പകരപ്പെടട്ടെ. लोगों में अभिषेक ചിലതിന്റെ मिलेगा. മേൽ അഗ്നി പകരപ്പെടട്ടെ. प्रभु का आत्मा ചില की शक्ति हो. കെട്ടുകൾ പൊട്ടി മാറട്ടെ. कुछ बंधन टूट ചില जाए. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ഞാൻ ദൈവമക്കളോട് പറയാം, मैं परमेश्वर के लोगों से कहता പ്രായം ഒരു വിഷയമല്ലതിന്. हूं, उम्र कोई कार्य नहीं है. ഈ മനുഷ്യന്റെ പ്രായം ചെറുതൊന്നുമല്ല. ये मनुष्य का उम्र छोटा नहीं था. എത്ര വയസ്സാ അറിയോ? कितना उम्र है? 80 വയസ്സായി. 80 उम्र का था. 80ാമത്തെ വയസ്സിലാ പുറത്തെടുക്കുന്നത്. 80 उम्र में उसे बाहर आता 40 है. വർഷം കൊട്ടാരത്തിനകത്ത്, 40 दिन महल में, 40 വർഷം ഇത്രോവിന്റെ ആടിനെ മേയിച്ച് 40 साल इत्रो के भेड़. അവൻ 80ാമത്തെ വയസ്സിലെ തമ്പുരാൻ പുറത്തെടുത്തേ. 80 उम्र में प्रभु बाहर लाता है. സാധാരണക്കാരനെ അസാധാരണ അധികാരമാക്കി മാറ്റി. साधारण मनुष्य को असाधारण में ഇന്ന് बदल दिया. പകൽ अभिषेक. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ आज आप विश्वास ആഴത്തി करें. ദൈവമക്കൾ വിശ്വസിക്കാൻ തയ്യാറാകും. गहराई से विश्वास करें. ഓ, ഇന്നലകളിൽ ചെയ്യാൻ പറ്റാത്തത് ഇന്ന് ചെയ്യിക്കും जो ദൈവം. हम कल नहीं कर पाए आज हम ഇന്നലകളിൽ कर पाएंगे. പ്രാപിക്കാൻ പറ്റാത്തത് ഇന്ന് പ്രാപിക്കാൻ ഇടയാകും. कल जो प्राप्त नहीं करे आज ഇന്നലകളിൽ प्राप्त പറയാൻ करेंगे. പറ്റാത്തത് ഇന്ന് പറയാൻ ചില അധികാരം സ്വർഗ്ഗം തരും.
कल जो बोल नहीं पाया आज बोलने के लिए प्रभु हमें अधिकार देगा। മുൻവിധിയോടിരിക്കല്ലേ, पहले से कुछ मत सोच कर बैठे, മുൻവിധിയോട് ആരും ഇരിക്കല്ലേ, पहले से कुछ सोच कर मत बैठे। മനസ്സിനകത്ത് സംശയം വെച്ചോണ്ട് ആരും ഇരിക്കല്ലേ. हमारा मन में संदेह ഈ रखकर ना ഉപവാസ बैठे। പ്രാർത്ഥനയ്ക്കകത്ത് ये उपवास के प्रार्थना में പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, पवित्र आत्मा कहता है മുൻവിധിയോടിരിക്കരുത്, अपना സംശയത്തോടിരിക്കരുത്, संदेह के साथ ना बैठे। പ്രാപിക്കാനുള്ള വാഞ്ഛയോടെ, प्राप्त करने के लिए चाहत, ഏറ്റെടുക്കാനുള്ള കൊതിയോടെ स्वीकार करने നീ के लिए ഇരുന്നാ ചിലത് പ്രാപിക്കാം. आप चाहत से प्राप्त करना है। അവന്റെ ചിന്താഗതികൾ മുഴുവൻ പൊളിഞ്ഞു. उसका सोच पूरा बदल गया, കാരണം കത്തുന്ന തീക്കകത്ത് അവന് മനസ്സിലായി, जलने वाला आग से वो समझ गया, ദൈവത്തിന്റെ മഹിമയെ അവൻ മനസ്സിലാക്കി. प्रभु का महिमा वो समझ गया। ഞാൻ ദൈവമക്കളോട് ആത്മാർത്ഥതയോടെ പറയാം, मैं आप लोगों से सच्चाई से कहता हूँ, എന്തെങ്കിലും ഒരു ദൈവപ്രവൃത്തി നടക്കുമെന്നുള്ള കൊതിയോടെ നടന്ന ഒരു മനുഷ്യനാ. कभी तो प्रभु का कार्य होगा ऐसा चाहत के साथ चलता है। ഇവനോടുള്ള ദൈവത്തിന്റെ പദ്ധതി ഒന്ന് ഓർത്തു നോക്കണം. इसके लिए प्रभु का योजना सोच कर ചെറിയ देखिए, പദ്ധതിയൊന്നുമല്ല. छोटा नहीं था। എടാ നിന്റെ സമപ്രായക്കാർ കുഞ്ഞിലേ ഉണ്ടല്ലോ, उसके साथ है वाले बच्चे പിറന്നു വീണതെല്ലാം മരണപ്പെട്ടു പോയി. जो भी जन्म लिए थे सब मर गए, പിറന്നു വീണതിനെയെല്ലാം വലിച്ചു നീല നദി കൊണ്ടുപോയി. सारे बच्चों को नील नदी में लेकर പക്ഷെ डाले। അതിനകത്തുനിന്ന് നീ രക്ഷപ്പെട്ടതിന്റെ കാരണം, उसके बीच से तू बच ചില गया, വിടുതൽ നിന്റെ മേൽ വെളിപ്പെട്ടതിന്റെ കാരണം, कुछ छुटकारा तुझ में होने ഇനി का നീ कारण। പമ്മി നടക്കാനല്ല, आज तो ऐसे बैठने ഇനി के നീ नहीं, തനിച്ചിരിക്കാനല്ല, आप अकेले बैठने ഈ के लिए नहीं, മഹത്വം ചുമക്കാനാ, ये महिमा को ഈ ढोने के लिए, മഹത്വം ചുമക്കാൻ. ये महिमा को ढोने के लिए। ഇസ്രായേലിൽ ഒരു ആൺതരി ശബ്ദമുയർത്താൻ പൊങ്ങരുതെന്ന് വിചാരിച്ച് പിശാചി കെട്ടിയ കെട്ടിനകത്ത് इसराइल में कोई भी लड़के बच्चे का आवाज नहीं उठना करके शैतान बांधा हो बंधन में। നിന്നെ തമ്പുരാൻ പെടുത്താതത് എന്താണെന്നറിയാമോ? आप उसमें पड़े क्यों नहीं पड़े? ഈ ഒരു സമയത്ത് വേണ്ടിയാ, ये समय के लिए था, ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ. ये एक दिन के लिए था। നീ ഒരുത്തനെ കൊന്നിട്ടും एक जन को मारने के നിന്നെ बाद പിടിച്ച് തൂറെങ്കിൽ അടക്കാഞ്ഞത് तुझे बंदी गृह में नहीं കുഞ്ഞ डाला। ഈ ഒരു സമയത്തിന് വേണ്ടിയാ. ये एक समय के लिए था, നിന്നെ എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് तुझे मैं उपयोग करना നീ चाहता हूँ। തകർന്നു പോകേണ്ട എത്രയോ സന്ദർഭം तू കഴിഞ്ഞു, कितना ही जगह नाश हो നീ सकता था, ജീവിതം അവസാനിപ്പിക്കേണ്ട എത്രയോ സന്ദർഭം കഴിഞ്ഞു. कितना ही जगह तू अपना जीवन समाप्त कर सकता था, പക്ഷെ ദൈവം നിലനിർത്തിയത് लेकिन प्रभु स्थिर रखने का कारण, എന്തിനു വേണ്ടിയാ ദൈവം നിലനിർത്തിയെന്ന് അറിയോ? क्यों प्रभु स्थिर रखा? നിന്നെ ഈ സമയത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ. इस समय में उपयोग करने के लिए। ആ അപ്പനും അമ്മയും പെങ്ങളും ഒരിക്കലും വിചാരിച്ചില്ല वो माता पिता और बहन कभी सोचे नहीं होंगे നീ ഇങ്ങനെ വളരുമെന്ന്. तू इतना बढ़ेगा करके, നീ ഇങ്ങനെ വളരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. तू ऐसा बढ़ेगा करके वो कभी सोचे नहीं। ഒഴുക്കി വിട്ടേച്ച് മാറി സങ്കടത്തോടെ നിന്നതാ. वो पानी में छोड़ दिए, उसके बाद दुखित होकर खड़े हैं। ഞാങ്ങണകൾക്കിടയിൽ വന്യജീവികളുണ്ട്. वो समुद्र में वो पौधों के बीच में बहुत सारे जानवर है, വന്യജീവികൾ वन्य जीवी। ഏത് സമയവും പെട്ടി വരുന്നതിനെ പൊട്ടിച്ച് തകർത്ത് അതിനെ തീർത്ത് കളയാനുള്ള സാധനം ഇതിനകത്ത് കിടപ്പുണ്ട്. ഞാങ്ങണയ്ക്കകത്ത് किसी भी समय पेटी आएगा उसे तोड़ेगा और उसके अंदर जो है उसे खा लेंगे। ഞാങ്ങണ പെട്ടിക്കകത്ത് വെച്ച് ഞാങ്ങണക്കിടയിലൂടെ ഒഴുക്കി വിട്ടു. वो पेटी में रखकर उसको जो पानी में डाल दिए। ഓർത്തേ, എത്രയോ തലമുറകൾ മരിച്ചു വീണതിന്റെ അകത്ത്, कितना ही बच्चे उसमें मर गए थे, എത്രയോ മാതാപിതാക്കളുടെ കണ്ണുനീര് വീണെടുത്ത് कितना माता पिता का आंसू वहाँ पे गिरा था। ഒരുത്തനെ ദൈവം കൊണ്ടെത്തിച്ചത് एक ഫറവോന്റെ जन को प्रभु പുത്രിയുടെ കയ്യിൽ. पहुंचाया फरौन के महल में। ഞാനും നിങ്ങളും വെറുതെ ഒന്നും വന്ന് കേറിയതല്ല ഇവിടെ. हम और आप बेकार यहाँ पे आए नहीं हैं, തമ്പുരാന്റെ മാസ്റ്റർ പ്ലാനാ. परमेश्वर का मास्टर प्लान है, തമ്പുരാന്റെ മാസ്റ്റർ പ്ലാൻ ആയതുകൊണ്ട് प्रभु ഇങ്ങനെ का വന്നേ. मास्टर प्लान है। ഇതിന്റെ അകത്ത് വന്നതുകൊണ്ട് നിനക്ക് വിടുതലായി. आप इसके अंदर आए इसलिए ഇതിന്റെ छुटकारा അകത്ത് है। വന്നതുകൊണ്ട് സ്വർഗം നിന്നെ തൊടുക. आप यहाँ पे आए हैं ഇതിന്റെ प्रभु को അകത്ത് छूता വന്നതുകൊണ്ട് है। ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു. आप यहाँ आए करके प्रभु का അത് ഇവിടുത്തെ धार्मिकता ആരുടെ प्रकट हुआ। പുണ്യപ്രവർത്തിയല്ല, यहाँ का किसी का ദൈവ धार्मिकता സാന്നിധ്യം नहीं है। ഉള്ളെടുത്ത ദൈവ പ്രവർത്തി നടക്കും. प्रभु का सानिध्य 50-ാമത്തെ വയസ്സിൽ തമ്പുരാൻ പിടിക്കുമ്പോ 80 उम्र में प्रभु छूता है। നീ പൊക്കോണം, तू चला जा, നീ ഒന്നും വിചാരിക്കണ്ട. कुछ भी चिंता ना करे। നിന്നെ കൊല്ലാൻ നോക്കിയെടുത്തും तुझे जो मारना चाहते थे, നിന്നെ തുറുങ്കിലടക്കാൻ നോക്കിയെടുത്തും तुझे बंदी गृह में बंद करना चाहते നീ थे, ചിലതിനെ രക്ഷിക്കാൻ പോവാ. तू कुछ लोगों को बचाने जा रहा है। നിന്നെ ദൈവം വിടുവിച്ച് എന്തിനാ അറിയോ? तुझे प्रभु क्यों छुड़ाया നിന്നെ है? ദൈവം സൗഖ്യമാക്കിയത് എന്തിനാ? तुझे प्रभु क्यों चंगा നിന്റെ किया മേലിൽ है? ദൈവത്തിന്റെ ശക്തി പകർന്നിട്ട് तुझ में क्यों प्रभु का നീ शक्ति दिया ചിലതിനെ है? വിടുവിക്കണം. आप कुछ को छुड़ाने के लिए, നിന്നിലൂടെ ചില വിടുതൽ വെളിപ്പെടണം. आपके द्वारा कुछ बाहर നിന്നിലൂടെ आएंगे, ചില അത്ഭുതങ്ങൾ സംഭവിക്കണം. आपके द्वारा कुछ चमत्कार होने के लिए, അതിനാ उसी के लिए
അതിനാണെന്നേ उसीलिए ചുമ്മാ ഒന്നുമല്ല തമ്പുരാൻ നിന്നെ കൊണ്ടു നിർത്തിയത്. बेकार में प्रभु खड़ा नहीं किया है. ഹോരേബിൽ കൊണ്ടു നിർത്തിയിട്ട് തീ കാണിച്ച് അതിനകത്ത് ദൈവം സംസാരിച്ച് होरेब तक ले जाकर आग में दिखा के उससे प्रभु बात किया. വാദിക്കുക. अभी विवाद करता ദൈവമേ, है. എനിക്ക് പറ്റത്തില്ല, प्रभु मुझसे नहीं होगा, എന്റെ നാവ് തടിച്ചതാണ്, मेरा जीभ मोटा है, ഞാൻ വിക്കനാ, मैं हकला हूँ, ഒത്തിരി പോരായ്മ എനിക്കുണ്ട്. बहुत कमी मुझ में है. നിന്റെ പോരായ്മ കണ്ടു തന്നെ ദൈവം വിളിച്ചു. आपका कमी देखकर ही प्रभु बुलाया. പോരായ്മ കണ്ടു തന്നെ തമ്പുരാൻ ഇവിടെ ഇരുത്തിയേക്കുന്നു. आपका कमी देखकर ही प्रभु यहाँ बैठाया है. ഇല്ലേ, എന്നെ തകർത്ത് കളഞ്ഞേനെ. नहीं तो कब से आपको नाश ഈ कर ദൈവശക്തി देते. നിന്റെ മേൽ വെളിപ്പെടാൻ, ये प्रभु का सामर्थ्य आप में होना है. ദൈവത്തിനെ നിന്നെ ഉപയോഗിക്കാൻ, प्रभु इस्तेमाल करना ദൈവത്തിന് चाहता നമ്മളെ है. പ്രയോജനപ്പെടുത്താൻ प्रभु हमें उपयोग करना ഈ चाहता है. ദൈവശക്തി നമ്മുടെ മേൽ പകരാൻ. प्रभु का सामर्थ्य हम पर ഞാൻ उड़ेलने ഇന്ന് के പകൽ लिए. ദൈവ മക്കളോട് പറയാം, അതല്ല നമ്മുടെ വിഷയമെങ്കിൽ പോലും हमारा विषय वो नहीं है. പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ട് ഞാൻ കയറി വന്നെന്നുള്ളതേ ഉള്ളൂ. पवित्र आत्मा बात की ऐसे नहीं बोला. ബലത്തെ ധരിക്കണം. बल को धारण ആ करना. ബലത്തെ ധരിച്ചാൽ बल धारण करने से നിങ്ങൾ ഉപയോഗിക്കപ്പെടുക. हम और आप उपयोग എന്റെ होते ഇസ്രായേൽ हैं. മക്കളോട് അടുത്ത് പറയുകയാണ്, अगला इस्राएली से कहता നിന്റെ है അലങ്കാര വസ്ത്രം ധരിക്കണം. तेरे अलंकार के वस्त्र पहन ले. അലങ്കാര വസ്ത്രം, മനോഹര വസ്ത്രം, शोभायमान वस्त्र, ശ്രേഷ്ഠതയുടെ വസ്ത്രം, वो श्रेष्ठता का वस्त्र है. ശോഭയുള്ള വസ്ത്രവേദ. ये शोभायमान वस्त्र ഞാൻ क्या है? മനസ്സിലാക്കുന്ന പറയും ദൈവ സാന്നിധ്യം തന്നെയാ. प्रभु का सानिध्य നമ്മൾ है. എത്ര എന്തൊക്കെ ഇട്ടെന്ന് പറഞ്ഞാലും हम നമ്മൾ कि- ശോഭിക്കപ്പെടത്തില്ല. हम कितना क्या पहनने से भी हम शोभित नहीं പക്ഷേ होंगे. ദൈവത്തിന്റെ തേജസ് വന്നാൽ प्रभु का महिमा हमें आने നമ്മൾ से ശോഭിക്കപ്പെടും. हम शोभित होंगे. നമ്മുടെ മുഖത്ത് നോക്കാൻ ചിലർക്ക് ഭയം വരും. हमारे मुंह में देखने कुछ लोग ചിലർ डरेंगे. ദൈവ സാന്നിധ്യം അനുഭവിക്കും. प्रभु का सानिध्य अनुभव നമ്മുടെ करेंगे. മുഖം ദൈവ തേജസ് കൊണ്ട് നിറയും. हमारा मुख प्रभु का तेज से भरेगा. ദൈവത്തിന്റെ ആത്മാവിന്റെ മഹത്വം കൊണ്ട് നമ്മുടെ ശരീരം നിറയും. प्रभु की आत्मा का महिमा से हमारा शरीर भरेगा. पहनना है. വിശുദ്ധ വസ്ത്രം ധരിക്കണം. पवित्र वस्त्र, എന്നാലേ ദൈവം നമ്മിൽ എന്ത് ചെയ്യത്തരുന്നറിയോ, പ്രസാദിക്കത്തുള്ളൂ. तभी हमारा परमेश्वर हम पर प्रसन्न അത് കഴിഞ്ഞ് होगा. പറയാ, പൊടി കുടഞ്ഞുകളാ. धूल झाड़ दे. പൊടി കുടഞ്ഞു കളയണം. धूल झाड़ना ഈ है. ഒരു ദൈവ സാന്നിധ്യം നമ്മൾ ധരിച്ചാൽ ये परमेश्वर का सानिध्य धारण करने से നിന്നിലേക്ക് ഒരുത്തൻ അടുത്ത് വരത്തില്ല, आपके करीब कोई नहीं आएगा. നിന്നെ ഉപദ്രവിക്കാൻ വരത്തില്ല. അല്ലേ? कोई आपको तकलीफ नहीं, നിന്നിലേക്ക് ഒരശുദ്ധനും നിന്നിലേക്ക് എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. कोई अशुद्ध भी तेरे में नहीं आएगा. ഒരുത്തനും നിന്റെ മേൽ വരത്തില്ല. कोई भी तुझ में नहीं അത് आएगा. കഴിഞ്ഞിട്ട് പറയാ, പൊടി കുടഞ്ഞു കളയണം. इसलिए कहता है धूल झाड़ दे. പൊടി എന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. धूल क्या है मैं कई बार बताया. ജഡത്തിന്റെ സ്വഭാവമാണ്. शरीर का स्वभाव. ഗലാത്യ ലേഖനം 5:19 മുതൽ നമുക്ക് വായിക്കാൻ കഴിയും. गलातिया 5:19 से हम पढ़ पाएंगे. ജഡത്തിന്റെ സ്വഭാവമാ പൊടി. शरीर का स्वभाव है ഇത് धूल, കുടഞ്ഞു കളയണം. उसे हमें झाड़ना है. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ബന്ധനങ്ങളെ അടിച്ചു കളക. बंधन को खोल दे. നോക്കിക്കേ, നമ്മുടെ കഴുത്തിൽ ചില ബന്ധനങ്ങളുണ്ട്. हमारे गले में कुछ बंधन है. നമ്മൾ സ്വയമായിട്ട് കെട്ടുന്ന ബന്ധനങ്ങളുണ്ട്. हम अपना बांधने वाले कुछ बंधन है. പിശാച് കെട്ടുന്ന ബന്ധനങ്ങളുണ്ട്. शैतान बांधने वाले कुछ बंधन है. അഴിയണം. वो खुलना ഈ है. ബന്ധനം മുറുകി പോകും ചില സമയം. ये बंधन टाइट होने का कुछ समय होता है. മുറുകാതിരിക്കാൻ നീ ആരാകരുതെന്ന വചനം പറയുന്നറിയോ, പരിഹാസിയാകരുത്. वो बंधन टाइट ना होने के लिए आप परिहासी ना बने. വായിച്ച് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം यशायाह 28 അധ്യായം 28 अध्याय 22. 22. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളായിരിക്കരുത്. तुम टट्टा मत करो, नहीं तो तुम्हारे बंधन कसे जाएंगे. പരിഹാസിയാകരുത്. टट्टा नहीं करना, തെറ്റ് ചെയ്യല്ലേ. गलत नहीं करना. എത്ര പേര് കേൾക്കുന്നുണ്ട്? ഏമേ, പരിഹസിച്ചാൽ टट्टा करने से ഇത് നമ്മൾ പരിഹസിക്കുക. हम बैठ के टट्टा करते हैं. ഓർത്തോണ്, എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പേ കിട്ടുന്നത് തന്നെ അറിയോ, ഉള്ളത് ബന്ധനം മുറുകും. सोच कर देखिए, आप यहाँ से उठ के जाने के पहले आप में जो बंधन है वो कस जाएगा. കളിയാക്കാൻ നിൽക്കല്ലേ. आप मजाक ना उड़ाए. പരിഹാസ അനുഭവങ്ങളും പരിഹാസ ചേഷ്ടകൾ ഒന്നും നമ്മിൽ വെളിപ്പെടല്ലേ. टट्टा का कोई भी कार्य हम में प्रकट नहीं होना है. അങ്ങനെ വെളിപ്പെട്ടാൽ ऐसा होने से ദൈവമക്കൾ ഓർത്തോണം, ബന്ധനം മുറുകും. परमेश्वर के लोगों आप सोचे बंधन कस അത് जाएगा. അഴിക്കാനൊന്നും ആർക്കും പറ്റുകയില്ല. वो कोई भी खोल नहीं पाएगा. പിന്നെ അഴിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? फिर खुलना है तो क्या करना ദൈവസേന है? ഏറ്റു പറയണം. परमेश्वर के सानिध्य में ഇനി അത് समर्पित करना ആവർത്തിക്കാതിരിക്കണം. और दोहराना नहीं है. എന്നാലേ ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടത്തുള്ളൂ. तभी प्रभु का छुटकारा ഇനി प्रकट होगा. ബന്ധനം പിശാച് കൊണ്ടുവന്നതിനെ എങ്ങനെ അടിക്കാൻ പറ്റും? शैतान लेकर आया वो बंधन कैसे खोलेंगे? നമ്മളായിട്ട് മുറുക്കിയതിനെ हम खुद ही कसे हैं तो നമ്മുടെ സ്വഭാവം മാറ്റിയാൽ അത് അഴിയും. हमारा स्वभाव में बदलाव आएगा तो वो खुल जाएगा. പിശാച കൊണ്ടുവരുന്നെങ്കിൽ शैतान लाता है तो രണ്ട് കാര്യങ്ങളാ കർത്താവ് വചനത്തിലൂടെ പറയുന്നു. वचन के द्वारा प्रभु दो बात कहता है, ഉപവാസത്താൽ പ്രാർത്ഥനയാൽ. उपवास और प्रार्थना के द्वारा. യെശയ്യാവ് 58
ആറാമത്തെ വാക്യം. यशायाह 58 का 6 वचन. അപ്പൊ ഉപവാസ പ്രാർത്ഥനയിൽ എന്തഴിയും പറഞ്ഞേ? ബന്ധനങ്ങൾ അഴിയും. उपवास के प्रार्थना में बंधन खुल जाएंगे. അപ്പം മുറുകപ്പെട്ട ബന്ധനങ്ങൾ जो कसा हुआ बंधन അഴിയപ്പെടണമെങ്കിൽ खुलना है तो പരിഹാസ വിഷയത്തിൽ നമ്മൾ കയറ്റിയതല്ല ഞാൻ പറയുന്നത്. डट्टा के द्वारा हम बांधे हुए ശത്രു സാത്താൻ നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന നുഖങ്ങൾ शैतान हम पर रखा हुआ जुआ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അത് कई बार हम समझते नहीं है. ഞാൻ ദൈവമക്കളോട് ഒന്നും കൂടെ ഞാൻ പറയാം. मैं परमेश्वर के लोगों से कहता हूँ, ദൈവത്തിന്റെ വചനം ശരിക്ക് വായിക്കാൻ ഒക്കാതെ നിന്നെ മനസ്സ് വല്ലാതാക്കുന്ന ഒരു സാത്താന്യ ശക്തിയുണ്ട്. परमेश्वर का ये वचन पढ़े बिना हमारे मन को अधीन करने वाला एक शैतान का शक्ति है. ദൈവകൃപ വെളിപ്പെടുത്താതെ, प्रभु का अनुग्रह प्रकट हुए बिना, ദൈവപ്രവൃത്തി വെളിപ്പെടാതെ प्रभु का कार्य प्रकट हुए बिना പിടിക്കുന്ന സാത്താന്യ ശക്തിയുണ്ട്. पकड़ने वाला शैतान का शक्ति है. ദൈവമക്കളോട് പറയും, ഉപവാസ പ്രാർത്ഥന അഴിഞ്ഞു മാറും. ये उपास के प्रार्थना में वो खुल जाएगा. സമർപ്പിച്ചു കൊടുക്കണം. समर्पित करना. കർത്താവേ, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. प्रभु मैं पढ़ नहीं सकता. ദൈവമേ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. मैं प्रार्थना नहीं कर ഈ पाता हूँ. സന്തോഷത്തോടൊന്നും ഇടപെടാൻ പോലും പറ്റുന്നില്ല. आनंद के साथ जिसमें मिलजुल नहीं സ്നേഹത്തോടെ सकता. സംസാരിക്കാൻ കഴിയുന്നില്ല. प्रेम के साथ बात नहीं करता. പല നിലകളിൽ എന്നെ ബന്ധിക്കുന്നു. कई तरह से मुझे बंधन में ചില डाला है. പൊടികൾ എന്നെ വേട്ടയാടുക. कुछ धूल हमें हमला करता है. ജഡത്തിന്റെ സ്വഭാവങ്ങളെ കുടഞ്ഞു കളഞ്ഞിട്ട് शरीर के स्वभाव को झाड़कर ദൈവസന്നിധി പ്രാർത്ഥിക്കണം. प्रभु की सनिधि में ഞാൻ प्रार्थना ദൈവമക്കളോട് करें. പറയും, ഈ ഉപവാസ പ്രാർത്ഥന ഇനി നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ये उपास के प्रार्थना में हमारे पास काफी समय है. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. चाहत के साथ प्रार्थना करें. കുഞ്ഞുങ്ങളെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. बच्चे लोग सब चाहते हुए प्रार्थना പരിശുദ്ധാത്മാവിന്റെ करें. അഭിഷേകം എനിക്ക് ആവശ്യമാണ്. पवित्र आत्मा का अभिषेक मुझे സകല चाहिए. സത്യത്തിലും എന്നെ വഴി നടത്താൻ, सारी सच्चाई में हमें ले चलने, ഞാൻ ആത്മീകമായി വളരാൻ, मैं आत्मिक रीति में बढ़ने के അല്ലാതെ लिए, മനുഷ്യനെ വിളങ്ങാനല്ല, मनुष्य को दिखाने के लिए എനിക്ക് नहीं, സത്യത്തിൽ നടക്കണം. सत्य में मुझे चलना എനിക്ക് है. ദൈവത്തോട് സംസാരിക്കണം. मुझे प्रभु से बात എനിക്ക് करना है. ആത്മീകമായി വളരണം. मुझे आत्मा में बढ़ना है. ഇന്ന് പകൽ മനുഷ്യന്റെ ക്രെഡിറ്റ് നമുക്ക് ആവശ്യമില്ല. मनुष्य का क्रेडिट नहीं चाहिए, പക്ഷെ ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് लेकिन ആവശ്യമാണ്. प्रभु का सर्टिफिकेट हमें चाहिए. ദൈവത്തോട് നിനക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, प्रभु से आप बात नहीं कर पाते, ആത്മീക വർധന വരുന്നില്ല, आत्मिक बढ़ोतरी नहीं होता ആത്മീകമായി है, വളരാൻ സാധിക്കുന്നില്ല, आत्मिक तौर से बढ़ नहीं पाते, സത്യം സ്വതന്ത്രമാക്കുന്നില്ല, सत्य स्वतंत्र नहीं करता है, സത്യത്തിൽ നടക്കാൻ പറ്റുന്നില്ല, सत्य में चल नहीं पाते, നിത്യതയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടില്ല. अनंतता के बारे में एक दर्शन ഇന്ന് नहीं है. ചെയ്യുന്നത് എന്താണോ ഒരു പിടുത്തവും ഇല്ല. आज क्या करते हैं कोई कुछ मालूम नहीं, എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, कुछ करते हैं, എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു. कुछ बोलते हैं. യാതൊരു പാപഭേദവുമില്ല, യാതൊരു പാപബോധവുമില്ല, पाप का कोई बोध नहीं है, വ്യത്യാസമില്ല. बदलाव नहीं है. എന്തുകൊണ്ടില്ല? क्यों नहीं है? പരിശുദ്ധാത്മാവ് നമ്മളിൽ പരിവർത്തിക്കുന്നില്ല. पवित्र आत्मा हमें कार्य नहीं करता ഇത് है. ദൈവത്തിന് വിട്ടുകൊടുത്താലേ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരൂ. प्रभु के लिए आप समर्पित होने से पवित्र आत्मा हमें कार्य करेगा. നോക്കുക, നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്ന നുഖങ്ങൾ തകരണമെങ്കിൽ ഉപവാസത്താൽ നടക്കും. हमें पकड़ा हुआ जुआ टूटना है तो उपवास के द्वारा രണ്ട് होगा. യെശയ്യാവ് പറയുന്നു കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. यशायाह बोलने वाली बात बोलकर मैं 10-ാം അധ്യായം 27-ാമത്തെ വാക്യം. യെശയ്യാവ് 10:27. 10 का 27 वचन. അവിടെ എഴുതിയിരിക്കുന്നു, പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകും. वहाँ लिखा है अभिषेक के कारण जुआ टूटेगा. അഭിഷേക നിമിത്തം നുഖം തകരുകയാണ്. अभिषेक के कारण जुआ നോക്കുക, टूटेगा. ബന്ധനമഴിക്കാൻ बंधन खोलने के लिए രണ്ട് കാര്യമാണ് സംഭവിക്കുന്നത്. दो ही कार्य है. ഒന്ന് ഉപവാസം, पहला उपवास, രണ്ട് ദൈവത്തിന്റെ വചനവും അതുപോലെ അഭിഷേകവും. दूसरा परमेश्वर का वचन और अभिषेक. അഭിഷേകമുള്ളിടത്ത് വചനമുണ്ട്. अभिषेक जहाँ है वहाँ वचन है, എത്ര പേര് കേൾക്കുന്നുണ്ട്? വചനമുള്ളിടത്ത് അഭിഷേകവുമുണ്ട് जहाँ वचन है वहाँ अभिषेक है. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കണക്റ്റഡാ. ये दोनों सम्मिलित है. വചനം അയച്ച് അവരുടെ മേൽ രോഗശാന്തി വരുത്തി. वचन भेजकर उनके रोग को चंगा വചനം किया. പറഞ്ഞപ്പോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. वचन बोला तो पवित्र आत्मा में भर അങ്ങനെയെങ്കിൽ गए. വചനവും അഭിഷേകവും ഭയങ്കര കണക്റ്റഡാ. वचन और अभिषेक में संबंध ഈ है. വചനത്തെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ, वचन आप स्वीकार करने से, വചനത്തോട് കൊതിയുണ്ടെങ്കിലേ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ. वचन के लिए प्यास होने से पवित्र आत्मा आएगा. കാരണം അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നത്. प्रेरितों 10 अध्याय इस प्रकार कहता है. അവൻ ഇടപെട്ടു കൊർന്നല്യോസിനോട്. कोर्नेलियुस से प्रभु बात किया. നീ പത്രോസിനെ വിളിച്ച് ദൈവത്തിന്റെ വചനം കേൾക്കണം. तो पतरस को बुलाकर प्रभु का वचन सुन. ജാതീയനായ ഈ കൊർന്നല്യോസ് जातीय था ये ഒത്തിരി कोर्नेलियुस, നന്മ പ്രവർത്തികൾ ചെയ്യുന്നവനാണ്. बहुत भलाई के कार्य करता था. പക്ഷേ ദൈവം അവനോട് പറയുന്നു, നിനക്കൊരു കുറവുണ്ട് മക്കളെ. लेकिन प्रभु कहता है तुझ में एक कमी ദൈവത്തിന്റെ है. വചനം നിന്റെ അകത്തില്ല. प्रभु का वचन तेरे अंदर नहीं है. വചനം കേൾക്കണമെങ്കിൽ
പത്രോസിനെ വിളിക്കേ. वचन सुनना है तो पत्रस को बुला ले, പത്രോസിനെ വിളിക്കണം. पत्रस को बुला ले। പത്രോസിനോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. पत्रस से पवित्र आत्मा बात किया। അവരെല്ലാവരും കാത്തിരിക്കുകയാ. वो लोग सब बाट जोते, ചില ദിവസങ്ങളായി കാത്തിരിക്കുന്നു. कुछ दिनों से बाट जोते ഒരു हैं। കൊതി ഒരു ദൈവ പൈതൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യത്തുള്ളൂ. एक चाहत एक परमेश्वर के बच्चे में है तो ही प्रभु का वचन कार्य करेगा। അല്ലാതെ ഞായറാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചുമ്മാ ബൈബിൾ എടുത്തോണ്ട് ഓടി ഇതിനകത്തോട്ട് വന്നാൽ ഒന്നും കിട്ടത്തില്ല. या तो रविवार या फ्राइडे उपवास की प्रार्थना में बाइबल लेकर आने से कुछ ഒരു नहीं पाएंगे। വാഞ്ചയകത്ത് വേണം, हमारे अंदर एक चाहत होना है, ഒരാഗ്രഹമകത്ത് വേണം. हमारे अंदर एक प्यास ഇന്ന് होना है। ദൈവമേ നീ എന്നോട് സംസാരിക്കണം. मेरे प्रभु तू मुझसे बात എനിക്ക് कर, ദൈവത്തിന്റെ വചനം ആവശ്യമാണ്. मुझे प्रभु का वचन चाहिए। ആഗ്രഹിച്ച നിങ്ങൾ ഇതിനകത്ത് വരുന്നെങ്കിൽ अब आग्रह से അവൻ ഇതിനകത്ത് ദൈവത്തിന്റെ ദാസന്മാർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ഈ വചനം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. यहाँ परमेश्वर के दास जब उठकर खड़े होंगे तब से वचन आपसे बात ഈ करेगा। വചനം ദൈവം ये സംസാരിച്ചുകൊണ്ടിരിക്കും. वचन आपसे प्रभु बात करेगा। അവർ കാത്തിരിക്കുക. वो लोग बाट जोते हैं। പത്രോസ് എന്നു पत्रस गया, താല്പര്യത്തോടിരിക്കുക. चाहत के साथ बैठे हैं। പത്രോസ് വന്ന് पत्रस आया, പത്രോസ് വന്നപ്പോ ചോദിക്കുക എന്നെ സംഭവം എന്നാ. पत्रस आया और पूछता है क्या संभव है। പത്രോസിനോട് പരിശുദ്ധാത്മാ പറഞ്ഞില്ലായിരുന്നോ पत्रस से पवित्र आत्मा बोला था നീ അങ്ങോട്ട് ചെല്ലേ, तू जा, ദൈവത്തിന്റെ വചനം പറയണം. परमेश्वर का वचन बोल। സംഭവിച്ചെന്നാ? क्या हुआ? പത്രോസ് ചോദിച്ചു എന്നാ കാര്യം, पत्रस पूछे क्या बात है, എന്നാ കാര്യം, क्या बात है, എന്നെ ഇതിനകത്തോട് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്നാ? मुझे यहाँ लाने का उद्देश्य क्या है। കൊർന്നല്യോസ് പറയാ, कोर्नेलियस बोला നിനക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുക വചനം കേൾക്കാൻ. तुम्हारे लिए वचन सुनने के लिए हम सब ഓ, यहाँ ആ बाट വീട്- जोते हैं। ആ വീട് നിറച്ചോ അല്ലെങ്കിൽ ആ റൂം നിറച്ചോ അല്ലെങ്കിൽ ഓഡിറ്റോറിയം ആണെങ്കിൽ ഓഡിറ്റോറിയം നിറച്ച് ആൾക്കാർ ഇരിക്കുക. वो घर भर के या रूम भर के या ऑडिटोरियम भर के लोग खड़े हैं। അവർ പറയും ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുക, वो लोग सब बोले हम बाट जोते हैं, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി കാത്തിരിക്കുക. परमेश्वर का वचन के लिए बाट പത്രോസ് जोते हैं। പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് पत्रस जब प्रचार करने അവിടെ लगा, എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, वहाँ लिखा है ആത്മാവ് ജനത്തിന്റെ മേൽ വന്നു. आत्मा लोगों में आया। ഇന്ന് പകൽ ദൈവമക്കൾ ഓർത്തോണം, കൊതിയുള്ളവന്റെ മേൽ ആത്മാവ് വരും. परमेश्वर के लोग सोच ले जो चाहते हैं उनमें पवित्र आत्मा ഇല്ലെങ്കിൽ आएगा। ഇതുപോലെ നമ്മൾ ഒരു 100 വർഷം ഇതിനകത്തിരുന്നാലും ഒരനക്കോ നമുക്കുണ്ടാകത്തില്ല. नहीं हो तो ऐसा ही 100 साल बैठने से भी हम यहाँ से लेंगे। വചനത്തിന് കൊതി, वचन के लिए एक चाहत, വചനം കേൾക്കാനുള്ള ഒരു വാഞ്ച वचन सुनने के लिए एक അകത്തു चाहत വെളിപ്പെട്ട് കഴിയുമ്പോൾ हमारे अंदर में प्रकट होने से ഏതു വചനമാകട്ടെ നിന്നോട് ഇടപെടാൻ ദൈവം ആഗ്രഹിക്കുന്നതാ പറയുന്നത്. कोई भी वचन हो प्रभु आपसे बात करेगा। ദൈവം നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന പറയുന്നത്. प्रभु आपसे जो चाहता है वो ही वचन बोलता है। വചനത്തോട് കോതിയുള്ളവൻ അത് ആത്മാവിൽ ഏറ്റെടുത്തു. जो वचन के लिए प्यासे हो आत्मा में ले लेंगे। അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. उनके ऊपर पवित्र आत्मा आया, പറയുന്നു അവർ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. वो लोग अन्य भाषा में बात करने ഇന്ന് लगे। പകൽ ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? आज आप विश्वास कर ഈ सकते हैं ദിവസങ്ങളെ क्या? ശുശ്രൂഷയിൽ ചിലർ അന്യഭാഷകളാ നിറയട്ടെ. इन दिनों के सेवकाई में कुछ लोग ഈ अभिषेक ദിവസങ്ങളെ पाना है। ശുശ്രൂഷകളാൽ അന്യഭാഷകളാ നിറയട്ടെ. इन दिनों का सेवकाई में अन्य भाषा में लोग അത് भरना है। വചനത്തിന് കൊതിയുണ്ടെങ്കിലേ നടക്കൂ. वो वचन के लिए प्यास होने से होगा, അല്ലേ നടക്കത്തില്ല. नहीं हो तो नहीं होगा। കാര്യം വചനത്തിലൂടെ ഇത് വ്യാപരിക്കുന്നത്. वचन के द्वारा ही ये प्रकट होता है। വചനം പറഞ്ഞപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നു, അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. वचन बोला था पवित्र आत्मा उनमें आया, वो अन्य भाषा में बात। വചനം പറയുന്നിടത്ത് അന്യഭാഷയുണ്ടെന്ന്, जहाँ वचन बोलता है वहाँ अन्य भाषा വചനം है। പറയുന്നിടത്ത് അഭിഷേകം ഉണ്ടെന്ന്. जहाँ वचन बोलता है वहाँ അത് अभिषेक है। കൊതിയുള്ളവന്റെ മേൽ കത്തി തുടങ്ങുന്നത്. चाहने वालों में जल रहा है। കൊതിയുള്ളവന്റെ മേൽ കത്തി തുടങ്ങും. चाहत है वालों में जल रहा है। കൊതിയുള്ളവൻ അത് പ്രാപിച്ചു തുടങ്ങും. चाहते हैं ഈ वहाँ। വചനത്തിന്റെ അഭിഷേകത്താൽ ബന്ധനം അഴിഞ്ഞാൽ वचन का अभिषेक के द्वारा बंधन खुलेगा, പിന്നെ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയാണ്. फिर प्रकट होगा प्रभु का